ആത്മാവിന് സ്തുതിയെ. നമ്മെ ഇന്നേ വരെ കരുതിയ, നമ്മെ ഇന്നേ വരെ പരിപാലിച്ച നല്ല കർത്താവിന് ആരാധന കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ നല്ല രാവിലെ, ഈ നല്ല ദിവസം നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലായതുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ നമുക്ക് ആരംഭിക്കാം. എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും ഒരു നിമിഷത്തിൽ ഒന്ന് മറന്നുകൊണ്ട് നമ്മുടെ പൊന്നു കർത്താവിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കൊണ്ട്, അവന്റെ തേജസ്സാർന്ന മുഖത്തോട്ട് നോക്കി എല്ലാ ഭാരങ്ങളെയും മറന്ന്, എല്ലാ പ്രശ്നങ്ങളെയും മറന്ന്, എല്ലാ രോഗങ്ങളെയും മറന്ന് അവന്റെ പൊന്നു മുഖത്ത് നോക്കി അവൻ ചെയ്ത ഓരോ നന്മകളെ ഓർത്ത് നമുക്ക് അവന് നന്ദി പറയാൻ പേരെ. നമ്മുടെ കർത്താവ് യേശു നമുക്ക് ചെയ്ത ഓരോ നന്മകളെ ഓർത്ത്, ഓരോ നന്മകളെ ഓർത്ത് നമുക്ക് അവന് നന്ദി പറയാൻ. കർത്താവ് ഓരോ ആപത്തുകൾ, ഓരോ അനർത്ഥങ്ങൾ, ഓരോ രോഗങ്ങൾ എന്നെ പിടിപെടാൻ, നമ്മളെ ഓരോരുത്തരെയും പിടിക്കാൻ, നമ്മളെ ഓരോരുത്തരെയും കൈവശമാക്കാൻ ഒരു തക്കം പാർത്ത് നിന്നപ്പോഴും ഒരു പ്രോബ്ലവും ഇല്ലാതെ അവന്റെ കൈകളിൽ നിങ്ങളെയും കരുതി പരിപാലിച്ച് വലിയ കൃപയ്ക്കായിട്ട്, വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നത് കർത്താവേ. അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തിനായിട്ട്, അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ. അപ്പൊ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്ന ഈ സ്ഥലത്തും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഞാനിപ്പോ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ വ്യാപരിക്കുന്ന വലിയ സാന്നിധ്യത്തിനായി, വലിയ സ്നേഹത്തിനായി, വലിയ 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 അറ്റ്മോസ്ഫിയറിനെ നന്ദി പറയുന്ന കർത്താവ്, ഹോളി അറ്റ്മോസ്ഫിയറിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്, അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വലിയ കരുതലിനായിട്ട് നന്ദി പറയുന്നു. വലിയ സ്നേഹത്തിനായി, ആ കർത്താവിന് വലിയ സ്നേഹത്തിനായി, ആ കർത്താവിന് വലിയ കരുതലിനായി, ആ കർത്താവിന് വലിയ 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 സ്നേഹത്തിനായി രണ്ട് കരങ്ങളെ തട്ടി നമുക്ക് കർത്താവിനെ, ആ നല്ല കർത്താവിനെ ആരാധിക്കാം, ആ നല്ല കർത്താവിന് സ്തുതികൾ അർപ്പിക്കാം. രണ്ട് കരങ്ങളെ തട്ടി സന്തോഷത്തോടെ
അങ്ങയോട് കാണിച്ച വലിയ വിശ്വസ്തതയ്ക്കായിട്ട് ആരാധന കർത്താവേ. എന്റെ വിശ്വസ്തത, എനിക്ക് അങ്ങയോടുള്ള വിശ്വസ്തത, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം പലപ്പോഴും കയറിയിറങ്ങി താഴ്ച വീഴ്ചകൾ പറ്റിയപ്പോഴും അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തിൽ, അങ്ങേക്ക് എന്നോടുള്ള വിശ്വസ്തതയിൽ ഒരു പ്രാവശ്യം പോലും ഒരു കോട്ടം തട്ടാതെ അങ്ങയുടെ വിശ്വസ്തത എന്നിലുണ്ടായിരുന്നതിൽ നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹം എന്നും എന്റെ മേലുള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ വിശ്വസ്തത എന്നും എന്റെ മേലുണ്ട്. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്ന പരിശുദ്ധനായവനെ, നന്ദി പറയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. നിത്യ സ്നേഹത്തിന്റെ ഉറവിടമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ചില നിമിഷങ്ങൾ സ്വതന്ത്രമായിട്ട് ഇരു കരങ്ങളെയും വിരിച്ചുയർത്തി പിടിച്ചുകൊണ്ട് സ്നേഹവാനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആവർത്തിച്ച് പറയുക, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്റെ മേലും ഞങ്ങൾ എല്ലാവരുടെ മേലും പകരണമേ എന്നുള്ള പ്രാർത്ഥന. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ആവർത്തിച്ച് പറയുക, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അതിന്റെ സർവ്വസമൃദ്ധിയെയും വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഏക മനസ്സോടെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളെ രക്ഷിച്ചവനെ, ഞങ്ങളെ അവിടുത്തെ മടിയിലിരുത്തിയവനെ, ഇന്നലെ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ഞങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ ആത്മാവിനെയും കൊണ്ടുവന്നതിനായിട്ട് നന്ദി. കർത്താവായ ക്രിസ്തു വഴിയുള്ള വലിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ മനസ്സുകളിലും ആത്മാവിലും പകരണമേ. യേശു നാമത്തിന്റെ ശക്തി, യേശു നാമത്തിന്റെ ഐശ്വര്യം എല്ലാ മനസ്സുകളിലും വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ, ഞങ്ങളുടെ മനസ്സുകളോട് സംസാരിക്കണമേ. ഇന്ന് ഇന്റർനെറ്റിലൂടെയും സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ വചനം കൊണ്ട് സ്പർശിക്കണമേ. എല്ലാവരോടും സംസാരിക്കണമേ. എല്ലാവരുടെ മേലും ദൈവവചനത്തിന്റെ ശക്തിയെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നവപെന്തക്കോസ്തിന്റെ വലിയ ഒരുക്കിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നും നയിക്കണമേ. ആ ചുടു ചൈതന്യം ഞങ്ങളുടെ മേൽ ആഴമായി പകരണമേ. പരിശുദ്ധാത്മാവിനെയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു ജീവന്റെ ഉറവിടമായിട്ട് ഞങ്ങൾ വ്യാപിക്കട്ടെ. യേശു എനിക്ക് വേണ്ടി, നമുക്ക് ആവർത്തിച്ച് വിളിച്ചു പറയാം ഈ വചനത്തിന്റെ പ്രഖ്യാപനം. ഇതിന്ന് രോഗികളെ സൗഖ്യമാക്കട്ടെ. ഇത് നമ്മൾ ഈ വലിയ അത്ഭുതത്തെ ചെയ്യട്ടെ. ഈ സമയത്ത് സ്ക്രീനിൽ ആ കൺഫെഷൻ കിട്ടും. ആ സമയത്ത് നിങ്ങൾ എന്നോട് ചേർന്ന് വിളിച്ചു പറയുക. അത് ജനലക്ഷങ്ങളെ രൂപാന്തരപ്പെടുത്തിയ വലിയ
വചനത്തിന്റെ തിരിച്ചറിവാണ്. ഇത് വിളിച്ചു പറയുമ്പം രോഗികൾ സൗഖ്യമാകുന്നത്, ഭൂതങ്ങൾ അലറി നിലവിളിച്ച് ഓടിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ അത് ലഭിക്കുമ്പോൾ ഈ വചനത്തിന്റെ പ്രഖ്യാപനം ചേർന്ന് ചൊല്ലുക. ആദ്യത്തേത്, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം പറയുക, ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും, നോക്കി വായിക്കുക, യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി, സൽപ്രവൃത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. അടുത്തത് ലൂക്കാ 10:19 വചനത്തിന്റെ പ്രഖ്യാപനമാണ്. നമ്മൾ ഏക സ്വരത്തില് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വലങ്കരം ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഇങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കുമായി യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത്, തൻ്റെ ഇടത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയുക, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിട്ട്. ഒന്നുകൂടെ അത് വിളിച്ചു പറയുക, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും ചേർന്ന് പറയുക, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചു പറയുക, വചനത്തിന്റെ പ്രഖ്യാപനം, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളി ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവേ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദിവ്യമായ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യവൃന്ദങ്ങൾ ആ പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി കാത്തിരുന്ന് അവരുടെ മേൽ വന്ന ചൈതന്യം, അത് 2000 വർഷം സഭയെ നയിച്ച ചൈതന്യമായിരുന്നല്ലോ. അതേ ചൈതന്യത്തെ ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ റെനോവേറ്റ് ചെയ്യണമേ, ഞങ്ങളെ റിന്യൂ ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ശക്തിയെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാം പുതുക്കണമേ. നിത്യമായ ശക്തിയാൽ അങ്ങേ സ്നേഹിക്കാനും കൂടുതൽ ആത്മാർത്ഥമായി ദൈവത്തെ ശുശ്രൂഷിപ്പാനും സ്നേഹിപ്പാനും ഞങ്ങളുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വരദാനത്തെ പകരണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, സൂം കൂട്ടായ്മയിൽ ഒരു കുടുംബമായി ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, യൂട്യൂബിലെ ശുശ്രൂഷകളിലൂടെ പങ്കെടുക്കുന്നവർ, ഫേസ്ബുക്കിലൂടെ കാണുന്നവർ, വാട്സാപ്പുകളിൽ ലിങ്ക് ലഭിച്ചിട്ട് കാണുന്നവർ, എല്ലാവരെയും സമർപ്പിക്കുന്നു. അടുത്ത 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പം മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി അവിടുന്ന് ഇതിനെ തീർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രത്യേകിച്ച് നേരുന്നു. നമുക്കറിയാം, ലോകമെമ്പാടും ആഗോള ക്രൈസ്തവ സഭ ഇന്ന് പെന്തക്കോസ്തി തിരുനാള് ആഘോഷിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും മറ്റു സ്ത്രീകളും എല്ലാവരും ഒരുമിച്ചിരുന്ന സമയത്ത് അവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന്റെ വലിയ ആഘോഷം സഭ ഒന്നിച്ച് ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വായന അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമുക്കറിവുള്ളതുപോലെ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്.
നമ്മൾ ചിന്തിക്കുന്ന പോലെ കേവലം ഒരു മർക്കോസിന്റെ മാളിക മുറിയിൽ കുറച്ചുപേർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഊട്ടുശാലയിൽ കുറച്ചുപേർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ കൂടിയിരുന്നവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. കാറ്റിന്റെയും തീയുടെയും ഒക്കെ അനുഭവം ഉണ്ടായി. അങ്ങനെ ഒരു ആ അനുഭവം മാത്രമല്ല ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. എന്തുകൊണ്ടാണ് ഇതിനൊരു അമിത പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് ഞാൻ അതിന്റെ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് പിക്ചർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിശദീകരിക്കും. അതിനിടയിൽ ഡോക്ടറും കൂടെ വന്നു ചേരും. നമ്മൾ ഒരുമിച്ച് അതിന്റെ ആത്മീയ വശങ്ങളിലേക്ക് കയറി വരികയാണ്. എന്താണ് ഇതിന്റെ ഈ പഴയ നിയമ പശ്ചാത്തലം? കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചതുപോലെ യഹൂദന് പെരുന്നാളുകൾ 7 തിരുനാളുകൾ 7. ആ 7 തിരുനാളുകളിൽ കടമുള്ള 3 തിരുനാളുകളുണ്ട്. ആ കടമുള്ള 3 തിരുനാളുകൾ, ഒന്നാമത്തേത് പെസഹ, രണ്ടാമത്തേത് കൂടാര തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്ന ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ രണ്ടാമത്തേത്, മൂന്നാമത്തേതാണ് പെന്തിക്കോസ്തി തിരുനാള്. ഇതിൽ ഈ പെസഹ തിരുനാളും കൂടാര തിരുനാളും തമ്മിൽ ബന്ധം അത്രമാത്രം ഇല്ലെങ്കിൽ കൂടെ പെസഹ തിരുനാളും പെന്തിക്കോസ്തി തിരുനാളും തമ്മിലുള്ള വലിയ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഈ ഫീസ്റ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ തിരുനാളുകളെല്ലാം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടും കൂടെ, അവരുടെ കൃഷിപരമായ ഒരു പശ്ചാത്തലത്തോടും കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇതിന്റെ എല്ലാം ഇത് നമുക്കറിയാം. പെസഹ കടന്നുപോയതിന്റെയാണ്, അല്ലെങ്കിൽ ടാബർനാക്കിൾ അല്ലെങ്കിൽ കൂടാരത്തിരുന്നാൾ എന്ന് പറയുന്നത് മരുഭൂമി പ്രയാണത്തിൽ അവർ കൂടാരം അടിച്ച് താമസിച്ചതിന്റെ സെലിബ്രേഷൻ ആണ്. പെന്തിക്കോസ്തി എന്ന് പറയുന്നത് അവർക്ക് കൊയ്ത്ത് തന്നതിന്റെ അല്ലെങ്കിൽ കൊയ്ത്ത് കിട്ടിയതിന്റെ ആഘോഷമാണ്. അപ്പൊ ഇത് മുഴുവൻ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ എവിടുന്നാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കി, അത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈ മിസ്രൈമിൽ 430 വർഷം ഇവര് അടിമകളായിരുന്നു. അപ്പൊ ഈ മിസ്രൈമിൽ നിന്ന് ഇവര് ഈജിപ്തിലേക്ക്, വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് ഉള്ള ഒരു യാത്രയായിരുന്നു. 40 വർഷമായിരുന്നു ആ യാത്ര. ആ 40 വർഷത്തെ യാത്രയ്ക്കിടയിലാണ് ആ ഇടയിൽ നടന്ന സംഭവങ്ങളാണ് ഈ തിരുനാളുകളിലെ ആഘോഷങ്ങളായി അവര് എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പെന്തിക്കോസ്തി എന്ന് പറയുന്ന തിരുനാള്, അവര് 7 ആഴ്ചത്തെ യാത്ര, 7 വീക്ക്, 7 സാബത്ത്, അതാണ് അവർ കണക്ക് കൂട്ടുന്നത്. 7 49 അന്ന് പുറപ്പെട്ട ഫസ്റ്റ് ഡേ. അപ്പം 49 1 50 ആ ക്രമത്തിലാണ് സീനായ് മലയിൽ, അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവർ 7 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 49 ദിവസം കൊണ്ട്, പുറപ്പെട്ട ദിവസവും പിന്നീട് 49 ദിവസവും ചേർന്ന് വന്നപ്പോൾ അവര് സീനായ് മലയിലെത്തി. ഈ സീനായ് മലയിൽ വെച്ചാണ്, മൗണ്ട് സീനായിൽ വെച്ചാണ് ദൈവം അവർക്ക് അകത്തും പുറത്തും എഴുത്തുള്ള കൽപ്പലകയില് കൽപ്പന കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ പുതിയ നിയമ പെന്തക്കോസ്തിയുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം അത് അതിനോട് ഇന്റർലിങ്ക്ഡ് ആണ്, കണക്ട് ചെയ്ത് കിടക്കുകയാണ്. കാരണം ഇതെല്ലാം അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം പുറപ്പെട്ടു 1-ാം ദിവസം, പിന്നീടുള്ള 7 ആഴ്ച, 7 വീക്സ്, 7 സബത്സ്. നിങ്ങൾക്ക് അത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലേവ്യ പുസ്തകം എടുക്കുക. ലേവ്യ പുസ്തകത്തിന്റെ നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ 23-ാം അധ്യായമാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങള് നിങ്ങൾ വായിക്കുക. എന്നിട്ട് 15-ാമത്തെ വാക്യമെങ്കിലും അറ്റ്ലീസ്റ്റ് വായിക്കുക. സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ കേട്ടോ. അപ്പം 1 ഡേ ബിഹൈൻഡ് ദി സാബത്ത്, ഒരു ദിവസം സാബത്തിന് പുറകില്ല. അപ്പൊ അവിടെയാണ് 1 ഡേ വരുന്നത്. സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാർജനത്തിന് കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകള് കേട്ടോ. 1 ഡേ ബിഹൈൻഡ് ദ സബത്ത്, ദെൻ 7 കംപ്ലീറ്റ് വീക്സ്, 7 പൂർണ്ണമായ ആഴ്ചകള്. അപ്പൊ ആ 7 പൂർണ്ണമായ ആഴ്ചകളാണ് 49 വരുന്നത്. 1 ഡേ ബിഹൈൻഡ് ദി സബത്ത്, സബത്തിന് പുറകിലുള്ള ഒരു ദിവസം. അപ്പം ആ 49 1 50. ആ 50-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? 7-ാമത്തെ സാബത്തിന്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം. നോക്കൂ, ആ വചനം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ലേവ്യ പുസ്തകത്തില് 16-ാമത്തെ വാക്യത്തില്. അതായത് 50-ാമത്തെ ദിവസം കർത്താവിന് പുതിയ ധാന്യം കൊണ്ട് നിങ്ങൾ ധാന്യ ബലി അർപ്പിക്കണം. ഈ ധാന്യ ബലിയർപ്പണമാണ് പെന്തിക്കോസ്തി. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. 7 ആഴ്ചത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, 7 വീക്സ് കൊണ്ട് അവരെത്തിയത് സീനായ് മലയുടെ അടുക്കലാണ്. ഈ സീനായ് മലയിൽ വെച്ചാണ് ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമം,
പഴയ നിയമം മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ എഴുതപ്പെട്ട പഴയ നിയമം, പഴയ ഉടമ്പടി അവർക്ക് കൊടുക്കുന്നത് സീനായി മലയിൽ വെച്ചാണ്. 10 കൽപ്പനകളാകുന്ന 10 കൽപ്പനകൾ അനേക കൽപ്പനകളുടെ ആലേഖനമായിരുന്നു. അനേക കൽപ്പനകൾ ഉണ്ടായിരുന്നു. ആ കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപമായിരുന്നു 10 കൽപ്പനകൾ. അപ്പൊ ആ 10 കൽപ്പന കൊടുക്കുന്നത് ഈ 50 ദിവസത്തെ പ്രയാണത്തിന് ശേഷം അവരെത്തുന്ന സ്ഥലത്താണ്. അപ്പം അന്ന് എന്ത് ചെയ്യണം? 50-ാമത്തെ ദിവസം കർത്താവിന് പുതിയ ധാന്യം കൊണ്ട് നിങ്ങൾ ധാന്യ ബലി അർപ്പിക്കണം. അപ്പൊ ഇത് ഈ പെസഹ എന്ന് പറയുന്നത് ബാർലി അപ്പത്തിന്റെ തിരുനാളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബാർലി അപ്പത്തിലാണ് ആരംഭിക്കുന്നത്. അവിടെ പുളിപ്പ് നമുക്ക് ഇന്നത്തെ പോലെ ഈസ്റ്റ് കടയിൽ പോയി വാങ്ങി അപ്പത്തിനകത്ത് ഇടുന്ന സംവിധാനം അല്ല അവർക്ക്. പിന്നെയോ മാവിൽ ഈസ്റ്റ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു സീസണിലേക്കുള്ള ഈസ്റ്റ് അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ പുളിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇന്ന് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് പോയി നാളെ അതെടുത്ത്, അങ്ങനത്തെ പരിപാടിയല്ല. അവരിങ്ങനെ പുളിപ്പ് അടുത്ത ദിവസത്തേക്കുള്ള പുളിപ്പ് ഈ ഇന്നത്തെ പുളിച്ച മാവിൽ നിന്ന് വേർതിരിച്ചു വെക്കുന്നു. അത് പുതിയ മാവോട് ചേർത്ത് കുഴച്ചു വെക്കുന്നു, അത് പുളിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഈ പുളിപ്പ് അവസാനമായിട്ട് അവരെ എടുത്തു കളഞ്ഞിട്ട് പുളിപ്പില്ലാത്ത അപ്പം, ആ പുളിപ്പില്ലാത്ത അപ്പം ഗോതമ്പിന്റെ അല്ല, ബാർലിയുടെ ആയിരുന്നു. കാരണം അത് ബാർലിയുടെ കൊയ്ത്തിന്റെ കാലമാണ്. അപ്പൊ ഈ ബാർലിയുടെ കൊയ്ത്തിന്റെ കാലം കഴിഞ്ഞ് അനദർ 50 ഡേയ്സ് 50 ദിവസം കഴിയുമ്പോഴാണ് ഗോതമ്പിന്റെ കൊയ്ത്തിന്റെ കാലം വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബാർലി പാവപ്പെട്ടവന്റെ ധാന്യമായിരുന്നെങ്കിൽ ഗോതമ്പ് ധനികന്റെ അല്ലെങ്കിൽ സമ്പത്തുള്ളവരുടെ ധാന്യമായിരുന്നു, അവരുടെ ഭക്ഷണമായിരുന്നു. അപ്പൊ ബാർലി പെസഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ആ ബാർലി മാവിൽ പുളിപ്പേ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ് പെസഹ, കടന്നുപോക്ക്. അതാണ് കാരണം ആ തിടുക്കമാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അർജൻസി, കടന്നുപോക്കിന് വേണ്ടിയുള്ള അല്ലെ പുറപ്പാടിന് വേണ്ടിയുള്ള അർജൻസിയാണ്. എന്നാൽ ഇത് 40 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം. അപ്പൊ ഇതിനകത്ത് പുളിപ്പുണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. അത് നിങ്ങളിവിടെ വായിച്ചു നോക്കിയോ. 17-ാമത്തെ വാക്യം, നീരാർജനത്തിനായി നിങ്ങളുടെ വസതിയിൽ നിന്ന് 10-ൽ 2 ഏഫ മാവ് ഉണ്ടാക്കി 2 അപ്പം കൊണ്ടുവരണം. കർത്താവിന് ആദ്യഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് ഉണ്ടാക്കിയതും പുളിച്ചതുമായിരിക്കണം. കണ്ടോ? വായിക്കുന്നുണ്ടല്ലോ നിങ്ങളത്. ലേവ്യ പുസ്തകത്തില് നമ്മളത് വായിക്കുകയാണ്. ലേവ്യ പുസ്തകത്തില് 23-ാം അധ്യായത്തില് നമ്മളത് വായിക്കുകയാണ്. അത് പുളിച്ചതുമായിരിക്കണം എന്നുള്ളത് കർത്താവ് എടുത്തു പറയുകയാണ്. ഓക്കെ, ആ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ മാവ് പുളിച്ച, എത്രാമത്തെ? 17-ാമത്തെ വാക്യം, മാവ് കൊണ്ട് ഉണ്ടാക്കിയതും പുളിച്ചതുമായിരിക്കണം. അപ്പത്തോടുകൂടെ അന്ന് 1 വയസ്സുള്ള ഊനമില്ലാത്ത ഒരു 7 ചെമ്മരിയാട്ടിൻ കുട്ടിയും കൂടെ കൊണ്ടുവരിക. ഞാനത് ഫുള്ള് വിശദീകരിക്കുന്നില്ല. അപ്പൊ 3 ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിന്റെ പുറകിൽ കാണുക. ഒന്നാമത്തേത്, ഇവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 50 ഡേയ്സ്, 49 7 ആഴ്ചകൾ, 49 ദിവസം വരുന്നു. 1 ഡേ ബിഹൈൻഡ് ദി സബത്താണ് അവർ പുറപ്പെട്ടത്. അതോടുകൂടി 50 ദിവസം. ആ 50 ദിവസം ആകുമ്പോഴത്തേക്കും അവർ സീനായ് മലയിൽ എത്തുന്നു. ഈ സീനായ് മലയാണ് ഏറ്റവും നിർണായകമായത്. ഈ സീനായ് മലയിൽ വെച്ചാണ് ജനത്തെ ഡിസിപ്ലിനിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഇവര് കൽപ്പനയോ ഉടമ്പടിയോ ഒന്നും ഇല്ലാതെ നീണ്ട 3-4 തലമുറയല്ല, 10-ലധികം തലമുറ ഈജിപ്തിൽ കിടക്കുകയായിരുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം കവനന്റോ ഉടമ്പടിയോ ഒന്നുമില്ല, ഒരു ഡിസിപ്ലിനിലും വന്നിട്ടില്ല. ഇവരെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരികയാണ് എവിടെ വെച്ച്? സീനായ് മലയിൽ വെച്ച്. ഇവിടെ ശരിക്കും ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് സീനായ് മലയാണ്. കാരണം അവിടെയുണ്ട് 3000. നമുക്കിവിടെ പെന്തക്കോസ്റ്റ് നാളിലാണ് 3000 പേര് സഭയിലേക്ക്, ആദ്യം പ്രഥമ ആരാധന സഭയിലേക്ക് വരുന്നത്. എന്നാൽ ഈ സീനായ് മലയുടെ അനുഭവത്തിൽ ഇത് തന്നെ ഉണ്ട്. ഈ സീനായ് മലയിൽ വെച്ച് ദൈവം ആവശ്യപ്പെടുകയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അപ്പൊ മോശയോട് പറയുന്നു ഇവരെ ശുദ്ധിയുള്ളവരാക്കാൻ. ഞാൻ ഇന്നലെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയായിരുന്നു. ഈ 20 ലക്ഷത്തോളം വരുന്ന വലിയ ജനസമൂഹമാണ്. അതിന്റെ ഒറ്റ ലീഡർ ആയിരുന്നു മോസസ്. അപ്പൊ മോസസിനോട് ദൈവം പറയുന്നു, ഐ വോണ്ട് ടു ടോക്ക് ടു യുവർ പീപ്പിൾ, നിന്റെ ജനത്തോട് എനിക്ക് സംസാരിക്കണം. അപ്പൊ അതിനു മുമ്പേ ദൈവം പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് ശുദ്ധിയുള്ളവരാകുകയും. അങ്ങനെ ഒരു ദിവസം ദൈവം മുന്നമേ സംസാരിക്കുന്നു, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുകയും. അങ്ങനെ ഇവരെല്ലാവരും കുളിച്ച് ശുദ്ധിയുള്ളവരാകുന്ന സമയത്ത് ദൈവം പറയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പൊ അങ്ങനെ ദൈവം സംസാരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ആദ്യം മോശയാണ് ചെല്ലുന്നത്. മോശ ചെന്ന് മലയിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ സംസാരം കേൾക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ജനം പറഞ്ഞു, ഒക്കെ റെഡിയാണ്. പക്ഷെ ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഈ പർവ്വതത്തില്, നിങ്ങളത് പഴയ നിയമത്തിൽ വായിക്കണം, എന്നാലേ അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവുള്ളൂ. ഈ പർവ്വതത്തില് പെന്തക്കോസ്ത നാളിൽ നമ്മൾ കാണുന്ന കാറ്റ്, കൊടിയ കാറ്റടിക്കുന്ന പോലെ
കാറ്റ്, ഒന്നാമത്തേത് കാറ്റ്, രണ്ടാമത്തേത് അഗ്നി. അഗ്നി, തീയ്, കാറ്റ്, കാറ്റല്ല കൊടുങ്കാറ്റ്, കൊടിയ കാറ്റ് തന്നെ എഴുതിയിരിക്കുന്നത്. കൊടിയ കാറ്റ്, അഗ്നിയ്, ഇടിമുഴക്കം, ഭൂമി കുലുക്കം. ഇത് മൂന്നിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ മലയിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുന്നത്. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് സീനായ് മലയിലാണ്. സീനായ് മലയിൽ വെച്ചാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മോശയ്ക്കയുടെ കയ്യില് കൽപ്പലകൾ. ദൈവവാസവത്തിൽ ഇത് പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇവരുടെ ടാബർനാക്കുകളിൽ അല്ലെങ്കിൽ കൂടാരങ്ങളിൽ പോയി ഒളിച്ചു. കൂടാരങ്ങളിൽ പോയി ഒളിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? മോശയുടെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള കൽപ്പലകയായിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ കൂടാരത്തിൽ ഭയന്ന് വിറച്ചൊളിച്ചത്? ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. ഹെബ്രായ ലേഖനം 11 അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ അവിടുന്ന് ആ പിക്ചർ എടുത്താല് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. ഹെബ്രായ ലേഖനം 11 അധ്യായം നോക്കൂ. അവിടെ ഇത് വിശദീകരിക്കുമ്പോൾ 12 മുതലുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ 12:21, ഹെബ്രായ ലേഖനം 12:21 നോക്കിക്കണേ. ഓക്കെ, ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു. ഹെബ്രായർ 12:21. ഇതായിരുന്നു ആ സീന്. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് ആണ്. അതിന്റെ സീനായി പറയുന്നത്. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും ന്യായാധിപന്മാരുടെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ പുതിയ നിയമത്തിന് മധ്യസ്ഥനായ, ഇതെല്ലാം പറഞ്ഞിട്ട് താഴേക്ക് വിശദീകരിക്കുമ്പോഴാണ് അത് പറയുന്നത്. ഓക്കെ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഓക്കെ, മേളിലാന്ന് തോന്നുന്നു ആ ഭാഗം. ഓക്കെ, എത്രാമത്തെ വാക്യം? 18 മുതലുള്ള വാക്യങ്ങള്. സ്പർശിക്കാവുന്ന വസ്തുവിനോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളനാദത്തെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെ അല്ല നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റിൽ സംഭവിച്ചിരുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന്റെ 50ാമത്തെ ദിവസം ഇത് ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചിട്ട് അനുഭവിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. 18 മുതലുള്ള വാക്യങ്ങൾ, ഹെബ്രായ ലേഖനം 12:18 മുതൽ. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെ അല്ല നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ പെന്തക്കോസ്തി അനുഭവിച്ചവരോട് പറയുക, അതിനെ അല്ല നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പെന്തക്കോസ്തി സീനായ് മലയിൽ അനുഭവിച്ചവര് അവര് സമീപിച്ചത് ഇതിനെയൊക്കെയാണ്. കാർമേഘം, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, അഗ്നി. ഈ രീതിയിലായിരുന്നു പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് നടന്നിരുന്നത്. ഇത് എപ്പോഴാണ് നടന്നേ? പുറപ്പാട് കഴിഞ്ഞിട്ട് 50 ദിവസമായപ്പം ബാർലി കൊയ്ത്ത് കഴിഞ്ഞു. അടുത്ത കൊയ്ത്തിനായി 50 ദിവസം കൊണ്ട് ഒരുങ്ങുന്നു. അടുത്ത ദിവസം തന്നെ 1ാം കൊയ്ത്ത് ആരംഭിക്കുന്നത് 50ാമത്തെ ദിവസം. അന്ന് കൊണ്ടുവരേണ്ടത് ബാർലി അല്ല, ബാർലി അങ്ങ് പെസഹായി വെച്ചാൽ മതി. ഇപ്പൊ കൊണ്ടുവരേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പിന്റെ കൊയ്ത്തിന്റെ 50ാമത്തെ ദിവസം അന്ന് കൊണ്ടുവരികയാണ്. അന്ന് ധാന്യ ബലി അർപ്പിക്കുകയാണ്. ധാന്യം കൊണ്ടുവന്നുള്ള ആരാധന നടത്തുകയാണ്. അപ്പൊ ഇതിന്റെ ആഘോഷമാണ് വർഷങ്ങളായുള്ള പെന്തക്കോസ്തി. അപ്പൊ ഈ സീനായ് മലയിൽ എന്നാ സംഭവിച്ചു? ഇവിടെ നോക്കാം, അതോടെ പറയാം, പെട്ടെന്ന് പറയാം. സീനായ് മലയിൽ ദൈവം ജനത്തോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ ജനം അത് കേൾക്കാൻ തയ്യാറായില്ല. കാരണം ജനം പേടിച്ചു വിറച്ചുപോയി. മോശ പോലും പേടിച്ചു വിറച്ചുപോയി. അങ്ങനെ അവിടെ വായിക്കും, ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്കവണ്ണം ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. കൂരിരുട്ട്, മിന്നൽ പിണർ, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, പിന്നെ അഗ്നി, ഭൂമി കുലുക്കം, ഇതൊക്കെ ഉണ്ടായിരുന്നേ അവിടെ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലത്ത്. അതാ സംഭവിച്ചിരുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 10 കമാൻഡ്മെന്റ്സ് സ്റ്റോൺ ടാബ്ലറ്റിൽ എഴുതി കൊടുക്കുന്നു. ഇതുമായി മോശ ഇറങ്ങി വരുന്നു. മോശ ഇറങ്ങി വരുമ്പോഴാണ് അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ ആരാധന നടക്കുന്നത്. അന്ന് തന്നെ ആ സ്റ്റോൺ ടാബ്ലറ്റ് അവിടെ എറിഞ്ഞുടയ്ക്കുന്നു. അങ്ങനെ ദൈവം കൊടുത്ത പഴയ ഉടമ്പടിയാകുന്ന കൽപ്പലക അവർ എറിഞ്ഞ് നശിപ്പിക്കുന്നു. അന്ന് അവിടെ മോശ പറയുന്നു,
യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ, കാളക്കുട്ടിയുടെ പക്ഷത്തുള്ളവര് അതർ സൈഡിൽ വരുമല്ലോ, സ്വാഭാവികം. അന്ന് എന്ത് ചെയ്തു? അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനോ സഹോദരിയെന്നോ നോക്കാതെ വെട്ടിക്കൊന്നുകളയാൻ പറഞ്ഞു. 3000 പേർ അന്ന് കൊല്ലപ്പെട്ടു. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തിക്കോസ്റ്റ് ദൈവം ഉദ്ദേശിച്ച് നടന്നില്ല. നടക്കാഞ്ഞതിന്റെ കാരണം ദൈവം അല്ല, മനുഷ്യനായിരുന്നു. ദൈവം ഇറങ്ങി വന്നു, പക്ഷേ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. സോ ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തിക്കോസ്റ്റ് ഒരു പരിധി വരെ മനുഷ്യർക്ക് ദൈവം അനുവദിക്കാൻ അവസരം കൊടുത്തെങ്കിലും മനുഷ്യന് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവർ കാളക്കുട്ടിയിലേക്കും ബിംബാരാധനയിലേക്കും തിരിഞ്ഞു. വൺ സൈഡില്, അതർ സൈഡില് അന്ന് 3000 പേർ, 3000 were killed. The first day when the commandment was appeared, 3000 were killed. 3000 പേര് കൊല്ലപ്പെട്ടു. ആ 3000 എന്നുള്ള സംഖ്യ മറക്കാതെ എഴുതി വെക്കുക. കാരണം ഇതേ 3000 ആദ്യത്തെ പെന്തക്കോസ്തയിലെ പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് 3000-ഓളം പേര് സഭയിലേക്ക് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കടന്നു വരികയാണ്. സോ ഇപ്പൊ ഇനി ആ പിക്ചർ പുറകെ കിടക്കട്ടെ. അപ്പൊ 3 ഭാഗങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുകയാണ്. അവര് 50 ദിവസം ആയപ്പോഴത്തേക്കും സീനായ് മലയിലെത്തി. സീനായ് മലയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഈ പെന്തിക്കോസ്തി നടക്കുന്നു. ഗോഡ് വാസ് റെഡി, പീപ്പിൾ വെർ നോട്ട് റെഡി ടു റിസീവ് ദി പെന്റക്കോസ്റ്റ്. കാരണം നോ വൺ വാസ് ദെയർ ടു പ്രിപ്പയർ ദം ഫോർ ദി പെന്റക്കോസ്റ്റ്. കാരണം ഇതുപോലൊരു ഇടപെടൽ അവരുമായി സംഭവിച്ചില്ല. അന്ന് അവിടെ കൊടിയെ കാറ്റടിച്ചു. ഒരു യഹൂദ റബ്ബായി എഴുതിയ ഒരു കാര്യം ഞാൻ ഇന്നലെ ജസ്റ്റ് വായനക്കായിട്ട് എടുക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു യഹൂദ റബ്ബി എഴുതിയിരുന്ന ഒരു കാര്യം, അയാളുടെ പേര് മിഡ്രോസ് എക്സോഡസ് റബ്ബ, മിഡ്രാഷ് എക്സോഡസ് റബ്ബ. അതിന്റെ 5:9 അയാൾ എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ്. അന്ന് അവിടെ ഈ സീനായ് മലയില് ദൈവം ഇടപെട്ട സമയത്ത് 70 ഭാഷകളില് 70, കറക്റ്റ് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. Rabbi Yohanan said, when God's voice came forth at the Mount of Sinai, it divided itself into 70 human languages. ദൈവത്തിന്റെ ശബ്ദം സീനായ് മലയില് കൽപ്പന കൊടുത്ത് അന്ന് പുറപ്പെട്ടപ്പോ 70-ലധികം ഭാഷകളായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ കേട്ടത്. ഇറ്റ് ഡിവൈഡ് itself into 70 human languages so that the whole world might understand it. All at the Mount Sinai, young and old, women and children, infant, according to their ability to understand. ചെറിയവർ മുതൽ വലിയവർ വരെ, വൃദ്ധർ മുതൽ മാതാപിതാക്കൾ വരെ എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന തരത്തിൽ സീനായ് മലയിൽ കേട്ട ദൈവത്തിന്റെ ശബ്ദം 70-ലധികം ഭാഷകളായിട്ട് പ്രതിധ്വനിച്ചു. 70-ലധികം ലാംഗ്വേജില് പ്രതിധ്വനിച്ചു. യഹൂദ റബ്ബായി അവരുടെ യഹൂദന്റെ ബുക്കിൽ എഴുതി, ബൈബിളിലല്ല, യഹൂദന്റെ ട്രഡീഷണൽ പാരമ്പര്യ ബുക്കിൽ എഴുതിയിരിക്കുന്നതിന്റെ റെക്കോർഡാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അന്ന് 70-ലധികം ഭാഷകളിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സീനായ് മലയിൽ വെച്ച് തന്നെ that language divided into 70. അതായത് at Mount Sinai it divided itself into 70 human languages so that the whole world might understand it. All at the age, young and old, women and children, no matter, infant according to their ability. ശിശുക്കൾക്ക് വരെ മനസ്സിലാക്കത്തക്ക തരത്തിൽ സീനായ് മലയിലെ ദൈവത്തിന്റെ ഇടപെടല് 70 ഭാഷകളായിട്ട് മുഴങ്ങി എന്നാണ് യഹൂദ റബ്ബായി അവരുടെ എഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പെന്തക്കോസ്തയിൽ സംഭവിച്ചത്. അവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലാണ് അപ്പോസ്തലന്മാർ അന്ന് സംസാരിച്ചത്. സോ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് ഈസ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് ഈസ് ദി ഷാഡോ. അത് ഷാഡോ ആയിരുന്നു. അന്ന് അവിടെ കൽപ്പലകയിലാ കൽപ്പന എഴുതി കൊടുത്തത്. എന്നാൽ പുതിയ നിയമ ഉടമ്പടി എഴുതിയത് കൽപ്പലകയിലല്ലായിരുന്നു, ഹൃദയപലകയിലായിരുന്നു. കാരണം ദൈവം അവിടെ തന്നെ പ്രോമിസ് ചെയ്യുകയാണ്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനവുമായിട്ട് ഞാൻ ചെയ്യാനിരിക്കുന്ന എന്റെ നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ പ്രമാണത്തെ അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. എവിടെ എഴുതും? ഹൃദയത്തിൽ എഴുതും. എവിടെ എഴുതും? ഹൃദയത്തിൽ. എവിടെ എഴുതിയേ?
സ്റ്റോൺ ടാബ്ലറ്റിലാണ് നേരത്തെ എഴുതിയ, കൽപ്പലകയിലാണ് എഴുതി കൊടുത്തത്. ഇപ്പൊ എവിടെ എഴുതുന്നത്? ഹൃദയപ്പലകയില്, മാംസപ്പലകയിലാണ് എഴുതുന്നത്. അപ്പൊ ഈ 3 പശ്ചാത്തലത്തെ മുന്നിൽ കാണുക. 50 ദിവസം കഴിഞ്ഞു ബാർലി കൊയ്ത്ത്, ഇനിയുള്ള ആ ഗോതമ്പിന്റെ കൊയ്ത്തിനെ കാണുക. ആ കറ്റ കെട്ടിയുള്ള ഗോതമ്പുമായി അവർ വരുന്നത് കാണുക. അപ്പൊ 3 ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നിച്ച് യോജിക്കുകയാണ് പെന്തിക്കോസിലേക്ക്. ഇനി നമ്മൾ പുതിയ നിയമത്തിന്റെ പിക്ചറിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുവിന്റെ ക്രൂശീകരണം അത് പെസഹ റിലേറ്റഡ് ആണ്. നമുക്കറിയാം, പെസഹായുടെ ഒരുക്കവേളയുടെ ആ പെസഹായുടെ ഭക്ഷണത്തിന് ഇടയിലാണ് ചുംബനം കൊണ്ട് ഈ താലത്തിൽ എന്നോട് കൂടെ കൈമൊക്കുന്ന ഒരുവൻ എന്നെ തള്ളിപ്പറയും. അപ്പൊ അവിടെയാണ് അത് ആരംഭിക്കുന്നത്. അവിടെ മുതല് അപ്പൊ അതെവിടെ ആരംഭിക്കുന്നത്? മിസ്രൈമില. ദെൻ 50 days, 50 ദിവസം. ആ പിക്ചർ കാണണ്ടേ? അപ്പൊ പെസഹായുടെ ഒരുക്കനാൾ കഴിഞ്ഞു, 50 ദിവസം. ആ 50ാമത്തെ ദിവസമാണ് ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്നത്? പെന്തിക്കോസ്തിയുടെ തിരുനാള് നടക്കുന്നത്. അപ്പൊ ആ പെസഹ കഴിഞ്ഞു പെന്തിക്കോസ്തിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് നിൽക്കുമ്പോഴാണ് അപ്പോസ്തല പ്രവർത്തനം 1:4 യേശു പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഫ്രം ദി മൗണ്ട് ഓഫ് ഒലീവ്, അവിടെ നിന്നാണ് കേൾക്കണേ. അവിടെ സീനായി മലയായിരുന്നു. സീനായി മലയിൽ വെച്ച് അരുളപ്പാട് കിട്ടുന്നു. അന്ന് 3000 പേര് കൊല്ലപ്പെട്ടു. സീനായി മലയിൽ നിന്ന് മോശ ഇറങ്ങി വരുന്നു, 3000 പേര് കൊല്ലപ്പെടുന്നു. ഇവിടെ ഒലിവ് മലയിൽ വെച്ച് കൽപ്പന കൊടുക്കുന്നു, നിങ്ങൾ പോരെന്ന് പറയുന്നു. പെന്തക്കോസ് ദിനത്തിന് വേണ്ടി ഊട്ടുശാലയിൽ അവർ കാത്തിരിക്കുന്നു. അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, 3000 പേർ ജീവിപ്പിക്കപ്പെടുന്നു. ദിസ് ഈസ് ദി ഇന്റർ ലിങ്ക്. ഇതാ അതിന്റെ അകത്തുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം. അപ്പൊ അവർ കാത്തിരിക്കുമ്പോൾ തന്നെ അവർക്കറിയാം, അവരുടെ മനസ്സിൽ വരുന്ന എന്താണ്? പഴയ നിയമത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് എടുത്തു വരണം. പഴയ നിയമത്തിൽ സീനായ് മലയില് അന്ന് ഇറങ്ങി വന്ന് 70-ലധികം ഹ്യൂമൻ ഭാഷകളിൽ സംസാരിക്കത്തക്ക മുഴങ്ങിക്കേട്ട അതേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇവർ മാളിക മുറിയിൽ മാറിയിരുന്ന് പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നത്. അവർ കൂടിയിരുന്നപ്പോഴത്തേക്കും അവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കൽപ്പലകയിൽ ഒന്നും എഴുതി കൊടുത്തില്ല അവിടെ, സ്റ്റോൺ ടാബ്ലറ്റിൽ ഒന്നും എഴുതി കൊടുത്തില്ല അവിടെ. പക്ഷെ പുതിയ ഉടമ്പടി ദൈവം ഹൃദയത്തിൽ എഴുതി, ആത്മാവിനാൽ അതിനെ ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവിനാൽ അതിനെ മുദ്ര വെച്ചു. പിന്നീട് നമ്മൾ കണ്ടത്, അപ്പൊ ദൈവം ഉദ്ദേശിച്ചത് എന്താ? പഴയ നിയമത്തിൽ സീനായ് മലയിൽ ഇറങ്ങി വരുന്ന ആ ദൈവിക ഉടമ്പടി കൊണ്ട്, അല്ലെ കൽപ്പന കൊണ്ട് ഈ ജനമെല്ലാം അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവശക്തിയിൽ മുന്നോട്ട് പോകണമെന്നാ. പക്ഷെ പോയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അടുത്ത ഒരു ഭാഗത്തേക്ക് ദൈവം വരികയാണ്. അതാണ് ഒരു സെക്കൻഡ് പെന്തക്കോസ്റ്റ്, രണ്ടാമത്തെ ഒരു പെന്തിക്കോസ്തിയുടെ അനുഭവം. ആ രണ്ടാമത്തെ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ ശിഷ്യന്മാരെല്ലാവരും പുതുഭാഷകളിൽ സംസാരിച്ചു. അന്ന് പഴയ നിയമത്തിൽ പെന്തിക്കോസ്തി വന്നപ്പോൾ 70-ലധികം ഭാഷകളായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമിയുടെ ഉള്ള സകല ഭാഷകളിൽ നിന്നുള്ളവരും ജെറുസലേമിൽ കൂടുന്ന ആ പെന്തിക്കോസ്തിയുടെ തിരുനാളാണ്. ആ തിരുനാൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, ധാന്യത്തിന്റെ വലിയ ആഘോഷമാണ്. ചെമ്മരിയാടുകളെ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിന്റെ ആഘോഷമാണ്. അപ്പൊ ആ ആഘോഷത്തിന്റെ വേളയില് അവിടെ വലിയൊരു സംഘം ഒരുമിച്ച് കൂടുമ്പോൾ ഇതേ ഹെബ്രായർ 12 വാക്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? ചുഴലിക്കാറ്റും കാഹള 12 ഈ സൂം ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് സ്ക്രീനിൽ അത് ലഭിക്കുന്നുണ്ട്. ഹെബ്രായർ 12 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങള്, 18-19 വാക്യങ്ങള്. അവിടെ നമ്മൾ കാണുകയായിരുന്നു കാർമേഘത്തിന്റെയും ചുഴലിക്കാറ്റിന്റെയും, അല്ലെ, എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ കാഹളധ്വനിയെയോ അരുത എന്ന് കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല. അപ്പൊ അരുത എന്ന് കേട്ടവരെ കൊണ്ട് പറഞ്ഞു. പഴയ നിയമത്തിൽ പെന്തിക്കോസ് നടത്താൻ വേണ്ടി ദൈവം വന്നപ്പം ജനം പറഞ്ഞു, അരുതേ, വി കാൻറ്റ് ബെയർ ദിസ്, ഞങ്ങളെ കൊണ്ട് ഇത് വഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ പെന്തിക്കോസ് വന്നപ്പോ അവര് പറഞ്ഞു ആകാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തിക്കോസ് വന്നപ്പോ അവര് പറഞ്ഞു അരുതേ. ന്യൂ ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് വന്നപ്പോ അവര് പറഞ്ഞു ആകാം, ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ അടങ്ങുന്ന സമൂഹം ആ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവാനായിട്ട് മനസ്സും ശരീരം ഒരുക്കി പരിശുദ്ധാത്മാവ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു, നവചൈതന്യത്തെ വന്നു. ഹല്ലേലൂയ. അവരുടെ നാവിൽ അഗ്നി വന്നു വീണു. അന്നും ദൈവം ഉദ്ദേശിച്ചതാണ്, പർവ്വതത്തിൽ കത്തിയ അഗ്നി ഇവരുടെ ഹൃദയത്തിൽ കത്തിക്കാൻ ദൈവം ഉദ്ദേശിച്ചതാ. ഹല്ലേലൂയ. പർവ്വതത്തിൽ കത്തിച്ച അതേ അഗ്നി ഇവരുടെ നാവിൽ പതിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചതാ. സീനായി മലയിൽ കത്തിയ അഗ്നി, ആ കാറ്റ് ഇവരിലേക്ക് അടുപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ച. ബട്ട് ദേ വെയർ നോട്ട് റെഡി. ഇന്ന് ഇന്ത്യൻ പെന്തിക്കോസ്തിയുടെ തിരുനാളിലേക്ക് നമ്മൾ വരുമ്പോൾ
ഇന്നത്തെ ദിവസം ദൈവം വീണ്ടും ആഗ്രഹിക്കുന്നു നവമായ ആ കാറ്റിനെ, നവമായ ആ അഗ്നിയെ, അശുദ്ധിയെ കത്തിച്ച് കരിച്ചു കളയുന്ന അഗ്നിയെ, അഗ്നി ചിറകുകൾ പോലെ ചിറകുകൾ തന്ന് സാഹചര്യത്തിന് മേളിൽ നമ്മെ പറപ്പിക്കുന്ന ആ കാറ്റിനെ നമ്മളിലേക്ക് അയക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ഇന്ന് പുതിയതായിട്ട് അയക്കേണ്ടിയതല്ല. അന്ന് ശിഷ്യന്മാരിത് കാത്തിരുന്ന് സ്വീകരിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ഇടയിൽ അത് വ്യാപിക്കുകയാണ് സഹോദരങ്ങളെ. അപ്പൊ നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ നവചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ 2-3 അനുഭവത്തിൽ ഇത് നമ്മളത് വ്യാപിക്കും. നമ്മെ മുഴുവനായിട്ട് അത് കുലുക്കും. നമ്മിൽ ഒരു വലിയ ചലനത്തെ അത് കൊണ്ടു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വാസത്താൽ ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മിൽ ഒരു വലിയ ഭൂകമ്പത്തെ തന്നെ അത് ഉളവാക്കും. നമ്മിൽ ഒരു വലിയ ഭൂകമ്പത്തെ തന്നെ അത് ഉളവാക്കും. 2, നമ്മിലേക്ക് ഒരു കാറ്റ്, ഒരു ഫ്രഷ് വിൻഡ് ബ്ലോ ചെയ്യും. അതാ സീനായ് മലയിൽ സംഭവിച്ചത്. ഒരു ബ്ലോയിങ് ഓഫ് ദ ഫ്രഷ് വിൻഡ് ആണ്. ഞാൻ ഇനി അപ്പസ്തോല പ്രവർത്തനത്തിലെ ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പം വരും. അപ്പസ്തോല പ്രവർത്തനം എടുക്കുക 2-ാമത്തെ അധ്യായത്തില്. അവിടെ ഇങ്ങനെയാ, പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം. കണ്ടോ? ഇത് എക്സാക്ട്ലി നമ്മളെ സീനായ് മലയിലെ അനുഭവമാണ് ഡോക്ടറെ. ഇത് എക്സാക്ട്ലി സീനായ് മലയിലെ അനുഭവമാണ് അല്ലേ? പഴയ സ്ക്രിപ്ചർ വേണേന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 19. പുറപ്പാട് പുസ്തകം 19 17 18. 19 17 അല്ലേ? 17 ഞാൻ വായിക്കാം. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിടരും ഉണ്ടായി. കണ്ടോ? മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനിയും അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ മലകളുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമവൃതമായി. ചൂളയിൽ നിന്ന പോലെ പുക അവിടെ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. ഇതായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്ത് അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒത്തിരി വായിക്കേണ്ടിയിരിക്കുന്നു. 16 മുതലുള്ള വാക്യങ്ങൾ 20 വരെ ഒന്ന് മുഴുവൻ പിന്നത്തെ പോയി ധ്യാനിച്ചാട്ടെ. പറഞ്ഞു ഡോക്ടർ. പഴയ നിയമത്തിലെ ദൈവത്തിന് അവരോട് ഇടപെടണമെന്നുണ്ടായിരുന്നു. ദൈവത്തിന് ഓരോരുത്തരോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരുക്കത്തിലല്ലായിരുന്നു. അപ്പോ പഴയ നിയമത്തിൽ യാവേ തന്നെ ഇറങ്ങി വന്നത്. പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് അനുഭവം യാവേ തന്നെ ഇറങ്ങി അവരോട് ഇടപെടാൻ വേണ്ടി അഗ്നിയായിട്ട് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. പക്ഷെ ജനം പ്രിപ്പയർഡ് അല്ലായിരുന്നു. അവർ പേടിച്ചു. പക്ഷെ എന്നാ സമയം പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് മാളിക മുറിയില് യെരുശലേമിലെ അമ്മയും 120 ആൾക്കാരും അപ്പോസ്തലന്മാരും തയ്യാറെടുപ്പോടും ഇരുന്നപ്പോൾ അവിടെ അതേ പുതിയ പെന്തക്കോസ്ത് അനുഭവത്തില് അന്ന് എങ്ങനെ അഗ്നിയായിട്ട് ഇറങ്ങി വന്നു, ഇന്ന് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങി വന്ന് അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ ഒരു പുതിയ ഉടമ്പടി എഴുതി. അന്ന് കല്ലിൽ കൊടുത്ത നിയമം ഉടച്ചു കളഞ്ഞു. എന്നാൽ ഇന്ന് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ വന്ന് ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ നിയമത്തെ എഴുതി. അതാണ് അനുഭവത്തിന്റെ വ്യത്യാസം. ഇവിടെ ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ജനം പേടിച്ചു വിറച്ചു പോയി. അവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സ്വീകരിക്കാനോ അനുഭവിക്കാനോ കഴിയില്ല. ശരിക്കും ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? ഇങ്ങോട്ട് നോക്ക്. വളരെ ക്ലിയർ ആയി ഡോക്ടർ അത് വിശദീകരിക്കും. വളരെ ക്ലിയർ ആണ്. അതായത് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം കഴിഞ്ഞ് ശിഷ്യന്മാരെങ്ങനെയായിരുന്നോ അതുപോലെ അവർ നടക്കുമ്പം രോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ എഴുന്നേൽക്കുന്നു. ഈ അവസ്ഥയിലാണ് ദൈവം 40 വർഷം ഇസ്രായേലിനെ നടത്താൻ ഉദ്ദേശിച്ചത്. അതേ അപ്പസ്തോല പ്രവൃത്തി 2 മുതൽ 28 അധ്യായത്തിൽ എങ്ങനെ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടോ അതേ അളവിൽ ജനം എല്ലാവരും ഇത് കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. ഒരു മേജർ പോയിന്റ് ഞാൻ പറയാൻ മിസ്സായതുകൊണ്ട് ഡോക്ടർ അത് ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഇവിടെ ദൈവം ഇറങ്ങി വരുമ്പോ ഈ സീനായ് മലയിലെ അരുളപ്പാടിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം ജനത്തെ എന്ന് പറയുമ്പോ തന്നെ ദൈവം പറയുന്നുണ്ട്,
ഞാൻ ഇവരുടെ ജനമായിരിക്കും, ഇവരെനിക്ക് പുരോഹിതന്മാരുമായിരിക്കും. ശരിക്കും ദൈവം അന്ന് ഉദ്ദേശിച്ചത് ഈ രാജകീയ പുരോഹിത വർഗമാക്കി ഇവരെ മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾ എനിക്ക് രാജാവും പുരോഹിതനും ആകും. ഇതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അവിടെ നിന്നാണ് ആ ഉദ്ദേശം എങ്ങോട്ട് പോകുന്നത്? ഒരു അഹരോനിലേക്ക് ലിമിറ്റഡ് ആയി പോകുന്നത്. ഈ സീനായ് മലയിലെ അനുഭവത്തിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അഹരോനെ അഭിഷേകം ചെയ്യുന്നത്. ഡോക്ടർ എന്തോ പറയുന്നുണ്ട്, അഹരോനെ വിളിക്കുന്നത്, പൗരോഹിത്യം കൊടുക്കുന്നത്. എല്ലാവരോടും സംസാരിക്കാൻ ഉദ്ദേശിച്ചു. പറഞ്ഞു. പഴയ നിയമത്തിൽ ദൈവം രാജകീയ പുരോഹിത വർഗം എല്ലാവരെയും ഉദ്ദേശിച്ചു. പക്ഷെ അവർ തയ്യാറല്ലായിരുന്നു. ദൈവത്തിന്റെ വാക്ക് സ്വരം കേൾക്കാനും ദൈവത്തിനോട് അടുത്ത് പോയി സംസാരിക്കാനും അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അവർ മോശയെ തള്ളിവിട്ടു. എന്നാ പുതിയ നിയമം ഉടമ്പടി നിങ്ങൾ എനിക്ക് കേട്ടോ, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത 19:6 ഒന്ന് വായിക്കാം, എന്നാ അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് എക്സഡസ്, പുറപ്പാട് 19:6. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. കണ്ടോ, ദൈവം പറയാണ് നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാന്. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം അവരുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്നത്. ഇതാ നമ്മള് 16-ാം വാക്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ വായിക്കുന്നത്. 6-ാം വാക്യത്തിലെ ദൈവം അവരോട് പറയുന്നത് നിങ്ങൾ എനിക്ക് പുരോഹിത ജനമാണ്, പുരോഹിത ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഇതേ കാര്യമാണ് പത്രോസ്ലീഹ പിന്നെ പറയുന്നത്. കണ്ടോ, ആണ്ട് സൂമില് പങ്കെടുക്കുന്നവർക്ക് ഞങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ലൈവില് സൂമിൽ പങ്കെടുക്കാനായിട്ട് ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നു കേട്ടോ. കാരണം സൂം ലിങ്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ആ സൂം ID കൂടെ ഒന്ന് കാണിച്ചാല് സൂം ഫാമിലിയിലും ആൾക്കാർക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ ഡിസ്കഷനും പ്രാർത്ഥനയും ഒക്കെ നടത്താൻ പോവാണ് ഈ ആഴ്ച മുതൽ ഈ സൂം ലൈവിൽ. എപ്പോഴും അത് ആക്റ്റീവ് ആയിരിക്കും. സോ വി എൻകറേജ് ഓൾ ഓഫ് യു ടു ജോയിൻ ഇൻ അവർ സൂം ഫാമിലി ഓൾസോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളവര് ഞങ്ങൾ അതിന്റെ ലിങ്കുകൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോട്ടീസ് ചെയ്യാനും പ്രോഗ്രാംസ് പങ്കെടുക്കാനും കഴിയും. അപ്പൊ നോക്കൂ, ഇവിടെ ഈ പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദൈവം അന്നേ ഇടപെടാൻ രാജകീയ പുരോഹിത വർഗമാക്കാനാ ഉദ്ദേശിച്ചേ. പക്ഷെ ദൈവം ഇവര് എന്ത് ചെയ്തു? ഓടി ഒളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് കാണണ്ട. അവർ കൂടെ ഭയങ്കര രസം. ആ പിക്ചർ നമ്മൾ ഈ ഇവിടെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതായത് ഈ 19-ാം അധ്യായം പുറപ്പാട് പുസ്തകം വായിക്കണം. അവിടെയാണ് നമ്മൾ ആ പിക്ചർ കാണുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ജനത്തോട് ദൈവം പറയാണ് ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ ഇന്നലെ ഇന്നലെ ഇവരെല്ലാരും അലക്കി കുളിച്ച് വൃത്തിയാൻ പറഞ്ഞു. ഇന്നലെ അലക്കി കുളിച്ച് ഇവരെല്ലാം വൃത്തിയായിരിക്കുകയാണ്. അപ്പം ഇന്ന് ദൈവം അവരെ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അലക്കി കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കാൻ ദൈവം അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം വന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ തന്നെ ഇവരെല്ലാരും പറഞ്ഞു അയ്യോ മതിയായേ, ഇത് കൂടെ ഒന്ന് ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടാരത്തിന്റെ കട്ടം വലിച്ചിട്ടു. എന്നിട്ട് കൂടാരത്തിൽ നിന്ന് പിന്നെയും മോശ വലിച്ചിറക്കുകയാണ് ഇവരെ. മോശ വലിച്ചിറക്കി ഇവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് പറയുക യു ഹാവ് ടു സീ ഗോഡ്, നിങ്ങൾ ദൈവത്തെ കാണണം. ഈ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായി രാജാവിന്റെ പദവിയോടും പുരോഹിതന്റെ വിശുദ്ധിയോടും കൂടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതായത് രാജകീയ പുരോഹിത വർഗം, രാജാവിന്റെ പദവിയോടും പുരോഹിതന്റെ വിശുദ്ധിയോടും കൂടെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സോ കം നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് വരാൻ പറഞ്ഞു. ഇവരെല്ലാരും കൂടാരത്തിൽ ഒളിച്ചപ്പം അടുത്ത ഓപ്ഷൻ ആ ദൈവം കൊടുക്കുന്നത്, ശരി ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല, സാരമില്ല, ആരെ കൊണ്ടുപോവാ? അഹരോനെ കൊണ്ടുപോവാ. സോ അഹരോനെ കൊണ്ടുവന്നിട്ട് നമ്മൾ 18 മുതലുള്ള അധ്യായങ്ങള് 20 അധ്യായങ്ങൾ വായിച്ചാല് അഹരോനെ കൊണ്ടിരുന്നു. അഹരോന്റെ മേല് തൈലത്തിലുള്ള അഭിഷേകം കൊണ്ടുവരുന്നു, ഊറ്റുന്നു. അഹരോന്റെ മേല് കൈവച്ച് അഹരോനെ ഈ ദൈവത്തോട് ഇടപെടാൻ വേണ്ടി അഹരോനെ എന്ത് ചെയ്യുന്നു? ദൈവം തെരഞ്ഞെടുക്കുന്നു. എല്ലാരെയും തെരഞ്ഞെടുത്തിരുന്നു. അതിന്റെ അകത്തുനിന്ന് അഹരോനിലേക്ക് മാത്രമായിട്ട് ഇതിനെ ലിമിറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അഹരോന്റെ തലമുറകളില് ഇത് വ്യാപിക്കുകയാണ്. അഹരോന്റെ ജനറേഷനിൽ ഇത് ലേവി ഗോത്രത്തില് ഇത് ഫിക്സ്ഡ് ആവുകയാണ്. ലേവി ഗോത്രത്തില് ഇത് വ്യാപിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, സ്തേഫാനോസിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ, അന്ത്രയോസിനെ പോലെ, യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെ
കർത്താവിന്റെ ശുശ്രൂഷകരായിട്ട്. ഇപ്പൊ പത്രോസിന്റെ പിന്തുടർച്ചക്കാർ പത്രോസിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരല്ലായിരുന്നു, അല്ലെ? പത്രോസിന്റെ പിന്തുടർച്ചക്കാരായി വന്നത് ആ അഭിഷേകം നിറഞ്ഞവരായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷേ ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്ത് ലിമിറ്റഡ് ആയി ഇവർ പേടിച്ചു കുറച്ച്. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവമായിട്ടൊരു ഇടപാട് വേണ്ട, ഞങ്ങളുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്നുള്ള ഇടപാട് മതി. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ദൈവം ഉദ്ദേശിച്ച അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവത്തിന് നടത്താൻ കഴിഞ്ഞില്ല. ന്യൂ ടെസ്റ്റ്മെന്റിൽ നിങ്ങൾ നോക്കിക്കോ, 7 കാര്യം. അപ്പൊ ഈ പുറപ്പാട് 19 അടിവരയിടുന്ന ആ 7 കാര്യവും പ്രസന്റ് ആണ് ആക്ട്സ് ചാപ്റ്റർ 2. കണക്ട് ചെയ്യുക. പുറപ്പാട് 19 പറയുന്ന അതേ 7 കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലോട്. ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കോ. അവിടെ കാറ്റുണ്ട്, ഇവിടെയും കാറ്റുണ്ട്. അവിടെ തീയുണ്ട്, ഇവിടെയും തീയുണ്ട്. അവിടെ ഭൂകമ്പമുണ്ട്, ഇവിടെയും ഭൂകമ്പമുണ്ട്. അവരിരുന്ന് വീട് മുഴുവൻ നിറച്ചു, ഇവിടെയും വീട് മുഴുവൻ. അവിടെ മേഘാവൃതമായി, ഇവിടെ മേഘാവൃതം. അവിടെ വിവിധ ഭാഷകൾ, ഇവിടെയും വിവിധ ഭാഷകൾ. ഞാൻ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ തത്മൂദിന്റെ അല്ലെങ്കിൽ ജൂയിഷ് റൈറ്റിംഗ്സിന്റെ കുറച്ച് റബ്ബായിമാരുടെ കുറച്ച് റൈറ്റിംഗ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇത് ഹീബ്രു ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് റബ്ബായിമാരുടെ ഇത് ബുക്സ് ഉണ്ട്. ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സൂം ഫാമിലിയിൽ അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് കൂടുതൽ നിങ്ങൾക്ക് അത് വായിക്കാനും ഇടവരും. ഞാനിപ്പോ അത് വായിച്ചത് അതിന്റെ അകത്തു നിന്നാണ്. കാരണം അവിടെയാണ് നമുക്കത് 70-ലധികം ഭാഷകളിൽ അത് മുഴങ്ങിക്കേട്ടു. കാരണം ഇതിനു മുമ്പാണ് ദൈവം ഭാഷകളെ കലക്കുന്നത്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് ദൈവം ഭാഷകളെ കലക്കുന്നു. അന്ന് വിവിധ ഭാഷകൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ വിവിധ ഭാഷകളിൽ ഉള്ളവരോട് ദൈവത്തിന് ഇടപെടണം. ആ ഇടപെടലായിരുന്നു എന്ത് ഈ സീനായ് മലയിൽ സംഭവിച്ചത്. അതേ ഇടപെടലായിരുന്നു പെന്തക്കോസ്ത നാളിൽ സംഭവിച്ചത്. അപ്പൊ ആ ഉദ്ദേശം ഡോക്ടർ ഈ ഒരു പോയിന്റ് ആണ്. അതായത് the purpose behind the Pentecost is still remains. ആ പെന്തിക്കോസ്തിയുടെ പുറകിൽ ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് ഇന്ന് എന്ത് ചെയ്തിട്ടില്ല, മാറ്റമില്ല. Still that remains. God is still calling us. അത് സെയിം ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇന്ന് നിലനിൽക്കുക. എന്നിട്ട് ദൈവം നമ്മളെ വിളിക്കുക, വാ എനിക്ക് നീയുമായിട്ട് ഇടപെടണം, നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാം, നമുക്ക് തമ്മിൽ ബന്ധപ്പെടാം, എനിക്ക് എന്റെ ഭാഷ നിന്നോട് സംസാരിക്കണം, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണം. ഹല്ലേലൂയ. നമ്മള് അപ്പൊ മാത്യു 28 മത്തായി സുവിശേഷം 28 പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, എങ്ങനെ എന്റെ സാക്ഷികളാകും? ഞങ്ങൾ ഒരു ലോക്കൽ സ്ഥലത്ത് ഈ ഗലീലയിലും നസ്രത്തിലും ഒക്കെ ജീവിക്കുന്ന സാധാരണ മുക്കുവരാണ്. അപ്പൊ അതിനുള്ള ഉത്തരവാണ് പറഞ്ഞത്, ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നുള്ള കൽപ്പന അവർക്ക് കൊടുത്തു. പക്ഷെ അവർക്കറിയില്ല എങ്ങനെയാണ് ഞങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുന്നത്. കാരണം ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ഞങ്ങള് എങ്ങനെയാണ് ലോക്കലായിട്ട് ജീവിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകുന്നത്? അവിടെ കർത്താവ് പറയുകയാണ്, ഇതിനാണ് നിങ്ങളിലേക്ക് ഒരു പെന്തിക്കോസ്തി വരുന്നത്. അപ്പൊ ഈ പെന്തിക്കോസ്തിയുടെ അനുഭവം ഈ അന്നത്തെക്കാൾ ഇന്ന് എത്ര റിലവന്റ് ആണെന്നും കൂടെ ഓർക്കുക. അന്ന് അവർ കാത്തിരുന്ന് സ്വീകരിക്കേണ്ടിയിരുന്നു, എന്നാൽ ഇന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളിൽ അതുണ്ട്. അതിന്റെയാണ് ആ മുദ്രയാണ് കൂദാശയിലൂടെ നമ്മിൽ വീഴ്ത്തപ്പെട്ടത്. അതാണ് നമ്മിൽ മുദ്രയിടപ്പെട്ടത്, അതാണ് നമ്മൾ ഉറപ്പിക്കപ്പെട്ടത്, അതാണ് നമ്മൾ സൈഡ് ലേപനത്തിലൂടെ നൽകപ്പെട്ടത്, അതാണ് നമ്മളിൽ കൂദാശയിലൂടെ സഭ പരികർമ്മം ചെയ്തത്. അത് ഇപ്പൊ നമ്മളിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? ഈ നവമായ ചൈതന്യത്താൽ ഇന്ന് നിറഞ്ഞേച്ചാൽ മതി. ഡോക്ടർ, യു ക്യാൻ എക്സ്പ്ലെയിൻ മോർ. നമ്മളെ ഓൾറെഡി നമ്മുടെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്, നമ്മളെ പരിശുദ്ധാത്മാവ് വിട്ട് നമ്മളെ മുദ്രയിട്ടിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചറിയണം. ഇപ്പൊ ശരിക്കും ഒരു റിവൈവൽ എന്ന് പറഞ്ഞ ഒരു ഈവന്റ് അല്ല, ഓരോരുത്തർ തിരിച്ചറിയുക, എന്റെ മേൽ എന്റെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നിട്ടുണ്ട്. തിരിച്ചറിയൽ വരുമ്പോഴാണ് we begin to rise up in God, rise up in Christ. അവിടെ ആ ഒരു പോയിന്റിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എത്തിയപ്പം ഈ പെന്തിക്കോസ്ത് കഴിഞ്ഞപ്പം നമ്മൾ കാണുകയാണ് പത്രോസിനെ പുതിയൊരു മനുഷ്യനായിട്ട്. തൊട്ടുപുറയിലത്തെ അധ്യായത്തിൽ മുട്ടിടിക്കുകയായിരുന്നു ബാല്യക്കാരുടെ മുമ്പില്. ഇപ്പൊ നമ്മൾ കാണുന്നത്, നാസറേയനായ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു, ദൈവം അവനെ ഉയർപ്പിച്ചു, ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷിയാണ്, തന്റെ ഇടത്തോടെ എഴുന്നേൽക്കുകയാണ്. എവിടെ നീ തന്റെ ഇടം കിട്ടി ജീവിതത്തിൽ? അത് കഴിഞ്ഞ് അവർ കാരാഗ്രഹത്തിലേക്ക് പോകുന്നു, അവർ ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു. കണ്ടോ? അത് കഴിഞ്ഞ് അവർ പോകുന്നത് കാരാഗ്രഹത്തിലേക്ക്, അത് കഴിഞ്ഞ് വലിച്ചഴക്കപ്പെടുന്നു രാജാക്കന്മാര്,
അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യപ്പെടുന്നു, അത് കഴിഞ്ഞ് ചമ്മട്ടിക്ക് അടി കൊള്ളുന്നു, അത് കഴിഞ്ഞ് കല്ലേറ് കൊള്ളേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് അവര് ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് അടിയേൽക്കേണ്ടി വരുന്നു, പട്ടിണി പൈതാവും ഒക്കെ ഉണ്ടാകേണ്ടി വരുന്നു. പക്ഷെ ഒന്നിനും അവരെ പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം പറഞ്ഞോ റോക്സേന്ന്, അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു അവർക്കുണ്ടായ ആ പെന്തിക്കോസ്തിയുടെ അനുഭവം. അപ്പൊ ഇന്ന് വചനം കേൾക്കുന്നവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊക്കെ വൈതരണികളായിക്കോട്ടെ, ആ വൈതരണികളെ മുഴുവൻ ഭേദിച്ച് മുന്നോട്ട് പോയെന്ന് മാത്രമല്ല, അവസാനം രക്തസാക്ഷിത്വം മുന്നേ വന്നപ്പോ പോലും, ഇങ്ങോട്ട് നോക്കാം, ആ വാക്ക് ഞാൻ ആവർത്തിച്ചു പറയാം, അവസാനം രക്തസാക്ഷിത്വം മുന്നിൽ വന്നപ്പം പോലും ഒരു പുറകോട്ട് നോട്ടം അവർക്ക് ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു അവരിൽ അടിച്ച കാറ്റ്, അവരിൽ വന്ന അഗ്നി. അവരിൽ അടിച്ച കാറ്റ്, അവരിൽ വന്ന അഗ്നി. അതാ ഞാൻ ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് എടുത്ത് വായിക്കാം. 2-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങള്. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറച്ചു. ഇത് തന്നെയായിരുന്നു പുറപ്പാട് 19 മല മുഴുവൻ നിറച്ചു, വീട് മുഴുവൻ നിറച്ചു, മല മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ഇത് കണ്ടപ്പോ അന്ന് അവരെന്ത് ചെയ്തു? കൂടാരത്തിനകത്ത് കയറി കട്ടനും വലിച്ചിട്ടിട്ട് പറഞ്ഞു, എന്റെ മറ്റേ ഒന്നും നമുക്ക് വേണ്ട. സെയിം റെപ്പിറ്റേഷൻ. അതേ കാര്യം ദൈവം എന്ത് ചെയ്യോ? വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാവരും ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തെങ്കിലുള്ള സകല ജനപദങ്ങളിൽ നിന്നുള്ള ഭക്തരായ യഹൂദന്മാർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകൾ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, നാം ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? റേഞ്ച് മാറി. ദാറ്റ്സ് ഓൾ. ഗലീലക്കാരാ സംസാരിക്കുന്നേ, മുക്കുവന്മാരാ സംസാരിക്കുന്നേ, ലോക്കൽസാ സംസാരിക്കുന്നേ. പക്ഷെ കൂടി വന്നവര് പറയാ, ദിസ് ഇസ് അമേസിംഗ്. ഇത് വേറെ ലെവലാണ്. ദിസ് പെന്തിക്കോസ്റ്റ് ക്യാൻ മേക്ക് യു ഇൻ ടു വേറെ ലെവൽ. ഇതിന് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. സോ ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് അവർ മിസ് ചെയ്തു. പിന്നീട് ദൈവം ഉദ്ദേശിച്ചത് അവരിലൂടെ നടന്നില്ല. അങ്ങനെ തന്നെ പറയണം, നടന്നില്ല. അവർ അത്ഭുതം കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് അതൊന്നും അല്ലായിരുന്നു, അതിനപ്പുറത്തായിരുന്നു. അത് ലിമിറ്റഡ് ആക്കിപ്പോയി. ബട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് പെന്തക്കോസ്റ്റ് ഈസ് സ്റ്റിൽ കോളിംഗ് us. നമ്മെ വിളിക്കുന്നു. സ്റ്റിൽ കോളിംഗ് us. ഇന്ന് ഉറക്കളച്ചും ഉറങ്ങേണ്ട സമയമായിട്ട് ഉണർന്നിരുന്നു ഒക്കെ ഈ പെന്തിക്കോസ്തിയുടെ സന്ദേശത്തിന് വേണ്ടി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ആകണം, നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു റിസ്ക് എടുത്ത് എന്നോടൊപ്പം ഈ സമയത്ത് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന നിമിഷങ്ങളാണ്. നവമായ ഒരു പെന്തിക്കോസ്തിയുടെ അനുഭവം നമ്മുടെ മേല് ആഞ്ഞു വീശാൻ പോകുകയാണ്. ഒരു സംശയവും വേണ്ട. യു വിൽ ബി എ ന്യൂ പേഴ്സൺ. ഒരു പുതിയ വ്യക്തിയായിരിക്കും. ഒന്നിനെയും ഭയക്കാത്ത, കാറ്റടിച്ച, അഗ്നി വന്ന് വീണ, കരിച്ചു കളഞ്ഞു, തീ ഇറങ്ങി, ഭയത്തെയും പറഞ്ഞു ഡോക്ടറെ. അത് ഇന്ന് നമ്മുടെ ഒരു പ്രതികരണം, ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായിരുന്നപ്പോ അവിടെ കൂടിയിരുന്നവരെ ശിഷ്യന്മാരുടെ മേൽ ഇത് വന്നു കണ്ടപ്പോ അവരൊരു ചോദ്യം ചോദിച്ചു. അതേ ചോദ്യം ഇന്ന് നമുക്കും ചോദിക്കാറുണ്ട്. അത് 2:37. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസോടും മറ്റു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? So God, the same question we have to ask. What shall we do? അതിനൊരു പ്രതികരണം, റെസ്പോൺസ് നമ്മളിൽ നിന്ന് വരണം. നവചൈതന്യം നമ്മുടെ മേൽ വരണം. തിരിച്ചറിയണം നമ്മുടെ കർത്താവ്. ഇത് പെന്തിക്കോസ്ത് വന്നപ്പോ 2 റെസ്പോൺസ് ആണ് ഡോക്ടർ ഒരേപോലെ ഉണ്ടാകുന്നത്. ഒന്ന്, ശിഷ്യന്മാർക്ക് മനസ്സിലായി
എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതുവരെ ആരെങ്കിലും ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഓ, ഇന്ന് കേൾക്കുന്നവരെ ഇന്ന് ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വരണം. ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഞാനും കുറെ നാളായിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ഇങ്ങനെ പേരിൽ ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാർ അന്ന് തീരുമാനിച്ചു ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഇനി പേടിച്ചും വല്ലവരെയും പേടിച്ചും ഇവരെ പേടിച്ചും അവരെന്നാ വിചാരിക്കും ഇവരെന്നാ വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് കുറെ നാൾ ഇരുന്നു. ഇനി അങ്ങനെ ഇരിക്കേണ്ട സമയമല്ല. ഞാൻ സട കൂടെ എഴുന്നേക്കാനുള്ള സമയമായി. പത്രോസ് എഴുന്നേറ്റു. 11 പേരുടെ മത്യാസം കൂടെ വന്നപ്പോ 11 പേരുടെ നാളിൽ പത്രോസ് എഴുന്നേറ്റ് വന്നിട്ട് പ്രസംഗം തുടങ്ങി. ആ ശക്തിയാണ് ഇന്ന് നമ്മളിലേക്ക് വരുന്നത്. അതിന്റെ അർത്ഥം ഇന്ന് നമ്മളെ ഉണർത്തിയേച്ച് പറയും. ഇങ്ങനെ ഞാനൊരു സിസ്റ്റർ, ഒത്തിരി സിസ്റ്റേഴ്സ് കാണുന്നത്, ഞാനും ഒരു സിസ്റ്ററാണ്. ഞാനൊരു സിസ്റ്ററായിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ സിസ്റ്ററായി, ഇനിയിപ്പോ ഈ സിസ്റ്ററായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. ഇന്ന് ഒന്ന് ഉണരണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഇന്നൊന്ന് ഉണരണം. ഇന്ന് ഈ സൂം ലൈവിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ആയിരങ്ങളാണ് ഇന്ന് പങ്കുചേരുന്നത്. എല്ലാ മക്കളോടും ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണോ സിസ്റ്റർ, നിങ്ങൾ ഇന്ന് പറയുക ഇതുവരെ കർത്താവ് ചെയ്തു അത്ഭുതങ്ങൾ, ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എനിക്കും ചിലത് ചെയ്യാനുണ്ട്. ആ ഒരു തൻ്റെടമാണ് പിറ്റേ ദിവസം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അയാളെ എത്ര നാളായിട്ട് കാണുന്ന, നാട്ടിലിരിക്കുന്നു, എത്ര നാളായിട്ട് ഇരിക്കുന്ന മുടന്തനെ എത്ര നാളായിട്ട് കാണുന്നതാ. പക്ഷെ അന്ന് കണ്ടപ്പം പറയുക, എടാ ഞാൻ ഇങ്ങനെ ഉണർന്നെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞാൻ ഉണർന്നു, നീ എന്നി കത്തിത്തി, ഇനി നിന്നിലും കത്തണം. അവനെ കൈ പിടിച്ച് എഴുന്നേപ്പിച്ചു. ഇതാണ്ടാ സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ വാതുക്കൽ സുന്ദരനല്ലാത്ത ഒരുത്തൻ ഇരിക്കുന്നു. അവനെ പിടിച്ച് പൊക്കി. അവൻ ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടി അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. ഹല്ലേലൂയ. ഈ ഒരു ഭയങ്കര ചൈതന്യം ഇത് അവരിൽ ആരംഭിച്ചു. ആരില്ല? ശിഷ്യന്മാരിൽ ഇത് ആരംഭിച്ചു. പെന്തിക്കോസ്തിയുടെ ഉണ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കർത്താവിന് വേണ്ടി. ഇത്രയും നാളും ഞാൻ ഇങ്ങനെയൊക്കെ പോയി, എന്റെ ജോലിയായിരുന്നു വലുത്. ജോലി തിരിച്ചു വരും, വീട്ടിൽ എത്തുമ്പോഴത്തേനും വെജിറ്റബിൾ പോലെ ആവും. എന്റെ ബ്രദറെ എവിടെയെങ്കിലും ഒക്കെ പോയി കിടന്ന് ഉറങ്ങുക, ഒന്നും പറയണ്ട. പിന്നെ അങ്ങോട്ട് വായിക, ക്ഷീണമാ, ഇങ്ങനെയൊക്കെ ഞാൻ പോവായിരുന്നു. പക്ഷെ ഇനി അങ്ങനല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം. ആ തൻ്റെ അടുത്തോളം നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ആൾക്കാര് മുമ്പേ ഡോക്ടർ വായിച്ച പോലെ എത്രാമത്തെ വാക്യത്, 37ാമത്തെ വാക്യത്തില് ആൾക്കാർ വന്ന് ഇങ്ങോട്ട് ചോദിക്കും, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? അത് ഞാൻ എന്നാ ചെയ്യണ്ടേന്ന് ഉറപ്പിച്ചാൽ ആൾക്കാർ വന്ന് ചോദിക്കും, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേന്ന്. ഒന്നുകൂടെ പറയാം, ആദ്യം ഞാനൊന്ന് ഉണർന്നാൽ ആൾക്കാർ വന്ന് ഇങ്ങോട്ട് ചോദിക്കും, ഞങ്ങൾ കൂടെ വന്ന് എന്നാ ചെയ്യണ്ടേ? അതിപ്പോ എന്നോടുള്ള സന്ദേശം, ഞാനാ ഉണരണ്ടേ, നാമ ഉണരണ്ടേ. നമ്മളൊന്ന് ഉണർന്നാൽ ബാക്കിയുള്ളവർ വന്ന് ചോദിക്കും, എന്നാ ചെയ്യണ്ടേ, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? അപ്പൊ 3000 പേര് അന്നത്തെ ദിവസം നോക്കി, ആ എക്സാക്ട് 3000. See the numbers, ഡോക്ടർ. അവിടെയാണ് സീനായ് മലയിൽ കൽപ്പലകയോ ആയിട്ട് ഇറങ്ങി വന്നു. നമ്മള് പുറപ്പാട് വന്ന് 19, 20, 21 എത്തുമ്പോ 3000 പേര് കൊല്ലപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിന്റെ പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്താണ്? ഇനി ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സീനായ് മലയ്ക്ക് ശേഷം, സീനായ് മലയുടെ അനുഭവത്തിന് ശേഷം എവറി ഇയർ, ഡോക്ടറെ അത് ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലതായിട്ട് ശ്രദ്ധിക്കൂ. എവറി ഇയർ, എല്ലാ വർഷവും ഈ ഒരു അനുഭവത്തിന് വേണ്ടി, അതായത് സീനായ് മലയിൽ ശിഷ്യൻ അന്ന് കൂടി വന്ന ജനത്തിനുണ്ടായ ഒരനുഭവത്തിന് വേണ്ടി ഈ ഇസ്രായേൽ ജനം വേവലോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അതിന്റെ ആ റെക്കോർഡ് നിങ്ങൾക്ക് തന്നെ അറിയാം. അവരുടെ പുരോഹിതന്മാർക്ക് അറിയിപ്പ് കൊടുക്കുകയും സൻഹെദ്രീൻ സംഘം എന്ന യഹൂദന്റെ വിചാരണ സംഘം, മഹാസൻഹെദ്രീൻ സംഘം ദേവാലയത്തിൽ പെന്തിക്കോസ്തി ദിവസത്തിൽ ഒരു അസാധാരണ സംഭവങ്ങൾക്ക് ചിലപ്പോൾ സാക്ഷ്യം വഹിച്ചേക്കാം, നിങ്ങൾ അതിന് മുൻകരുതൽ എടുക്കണമെന്ന് അറിയിപ്പ് കൊടുക്കുമായിരുന്നു എല്ലാ വർഷവും. ഈ റബായി റോനേഷ് എന്ന് പറയുന്ന ഒരാളുടെ ജൂയിഷ് ഈ റൂട്ടിലുള്ള ബുക്കിൽ അത് എഴുതിയിരിക്കുകയാണ്. അതായത് എവറി ഇയർ ബിഫോർ പെൻഡക്കോസ് ദേ വേർ എക്സ്പെക്ടിങ് ദി സെയിം എൻകൗണ്ടർ ഓഫ് മൗണ്ട് സൈനായ്. മൗണ്ട് സൈനായിൽ വെച്ച്, സീനായ് മലയിൽ വെച്ചുണ്ടായ അതേ അനുഭവം. കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, എന്താ പറയാ, ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ പറയാൻ നോക്കാം, ശ്രദ്ധിക്കുക. പറയുന്നു ഡോക്ടർ പറയുന്നു.
സീനായ് മലമേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഇടപെടൽ അവർക്ക് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ വർഷവും അവര് വെയിറ്റ് ചെയ്തിരുന്നു. ഈ പെന്തിക്കോസ്തിക്ക്, അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 50 ദിവസം ബാർലിയുടെ കൊയ്ത്ത് കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പോൾ ഗോതമ്പിന്റെ കൊയ്ത്തിൽ ഈ ഗോതമ്പുമായിട്ട് വരുന്നവര് അന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ മൊത്തത്തിൽ ഇപ്പം ഈ ക്രമസമാധാന നിയമ പാലകർക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ അറിയിപ്പ് കൊടുക്കത്തില്ലേ? ഇപ്പൊ മഴ പെയ്യുന്നു, അലേർട്ട് ആയിരിക്കുക, യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നു. എന്താ, എന്തെങ്കിലും ഒന്നുണ്ടായാൽ ദുരന്ത നിവാരണ സേനയെ വിന്യസിപ്പിക്കും. എന്തിനാണ്? എന്തെങ്കിലും ഒന്നുണ്ടായാൽ ആ ഉണ്ടാകുന്ന അതിന്റെ വ്യാപ്തി കൂടാതിരിക്കാൻ, ആരും കൊല്ലപ്പെടാതിരിക്കാൻ, ആരും മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ പോലെ എവറി ഇയർ സീനായ് മലയിലെ ഈ അനുഭവത്തിന് ശേഷം എല്ലാ ഈ 7 സാബത്ത് കൂടുന്ന, പെസഹ കഴിഞ്ഞിട്ടുള്ള 7 സാബത്ത് കൂടുന്ന 50 ദിവസം വരുന്ന ആ പെന്തിക്കോസ്തി ദിവസത്തിലേക്ക് ഇവർ ഒരു ദുരന്ത നിവാരണ സേന, അങ്ങനെയൊന്നും ആരോടും പറയണ്ട കേട്ടോ, അതൊന്നും അല്ലത്, ഞാൻ ഏകദേശം ഒരു അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോ ആരോടും പറയണ്ട. അവിടെ പെന്തിക്കോസ് ദിവസം ദുരന്ത നിവാരണ സേന അവിടെ ഉണ്ടാക്കുമായിരുന്നു, ആൾക്കാർ പടയാളികൾ അങ്ങോട്ട് പടയാളികൾ അങ്ങനെ പറയണ്ട. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞ ഒരു വലിയ പ്രിപ്പറേഷൻ, ഒരു ഭൂകമ്പമോ ഒരു കൂരിരുട്ടോ ഒരു കൊടുങ്കാറ്റോ ഒക്കെ ഉണ്ടായാല് അന്നേരം അതിന്റെ നാശത്തിന്റെ വ്യാപ്തി കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഒഴിവാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങോട്ട് നോക്കാം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4000 ഇയേഴ്സ്, 4000-ലധികം വർഷം ഇവര് മിസ്സായ ഈ പെന്തിക്കോസ്തിന്റെ അനുഭവത്തിന് വേണ്ടി they were eagerly waiting. അവരാഴമായി കാത്തിരുന്ന് നിന്നിരുന്നു. അതിൽ ഒടുവിലത്തെ ഈ 400 ഇയേഴ്സ്, അതാണ് ഈ മാത്യുവിനും മലാക്കിക്കും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ പോലും അവരൊരു പെന്തിക്കോസ്തിയുടെ അനുഭവത്തെ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചത് ദേവാലയത്തിലല്ലായിരുന്നു, അത് സംഭവിച്ചത് മർക്കോസിന്റെ ഊട്ടുശാലയിലായിരുന്നു, വിരിച്ചൊരുക്കിയ മാളിക മുറിയിലായിരുന്നു. അപ്പം സെയിം തിങ് സംഭവിച്ചു. പക്ഷെ ഭൂമി ഇളകിയില്ല, പക്ഷെ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അതൊരു നവചൈതന്യമായി മാറി. പിന്നീട് അവിടുന്ന് ഒരു പുതിയ ഒരു തുടക്കം ആരംഭിച്ചു. പഴയ നിയമത്തിന്റെ തുടക്കം സീനായിൽ ആരംഭിച്ചു, പുതിയ നിയമത്തിന്റെ തുടക്കം ഊട്ടുശാലയിൽ പെന്തിക്കോസ്തിയോട് ബന്ധപ്പെട്ട് ആരംഭിച്ചു. അവിടെ 3000 പേര് കൊല്ലപ്പെട്ടു. അതാണ് എഴുതിയത് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ നീക്കം വരുന്നതായി മോശയുടെ മുഖ തേജസ് നിമിത്തം നീ മറയപ്പെട്ടതായിരുന്നുവെങ്കിൽ, കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ നീക്കം വരുന്നതായി മോശയുടെ മുഖതേജസ് നിമിത്തം മറവുള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ള മച്ച് ഗ്ലോറിയസ് ആവുകയില്ലേ? അപ്പൊ ആ മച്ച് കൊല്ലുന്ന കല്ലിൽ അക്ഷരമായി കൊത്തിയ, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും അവരുടെ മനസ്സിലിരിക്കുന്നു. അതെ, എത്രാമത്തെ വാക്യം മുതൽ? അത് കൊരിന്തോസ് 3:6 മുതലുള്ള വാക്യം. കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത മോനെ, ഞാനത് വായിക്കട്ടെ. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കിക്കൂടാതെ വണ്ണം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. ആണ് നിങ്ങൾ വായിച്ചു, അത് സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ. മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ, മരണ ശുശ്രൂഷ, കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ, മേളിൽ നിർത്തവനച്ചിലൂടെ അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, അവിടെ മുതൽ വായിക്കണം. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല. എഴുതപ്പെട്ട നിയമം ഏത്? കല്ലിൽ എഴുതപ്പെട്ടത്. 2 കൊരിന്തോസ് 3:6 മുതൽ അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട പോട്ടെ അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, എഴുതപ്പെട്ട നിയമം കൊന്നു. എത്ര പേരെ? 3000 പേരെ. എന്നാൽ എന്നാ ചെയ്തു? ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിച്ചു. ആരെ? നമ്മെ ജീവിപ്പിച്ചു. കമ്പാരിസനാ. നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്ക്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, പഴയ പെന്തിക്കോസ്തി, പുതിയ പെന്തിക്കോസ്തി.
ഗോതമ്പിന്റെ കൊയ്ത്തുമായ ആഘോഷം, പെന്തിക്കോസ്തിയുടെ ആഘോഷമൊക്കെ ഭയങ്കര കേട്ടോ. അത് എപ്പോഴേലും ഒരു സമയമുള്ളപ്പോൾ അതിന്റെ ആ സിസ്റ്റം ഞാൻ പറയാം. കാരണം അതേ സിസ്റ്റമാണ് റെസ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മുഴുവൻ ഫുൾഫിൽമെന്റ് ആണ് ഈ പുതിയ നിയമത്തില് നമ്മൾ കാണുന്നത്. കാരണം പഴയ നിയമം മുഴുവൻ അൺവെയിൽ ചെയ്ത് വെച്ചതാണ് റിവീൽ ആകുന്നത് എവിടെ? പുതിയ നിയമത്തിൽ. അവിടെയുണ്ട് പെന്തിക്കോസ്, ഇവിടെയുണ്ട് പെന്തിക്കോസ്. അവിടെയുണ്ട് പൗരോഹിത്യം, ഇവിടെയുണ്ട് പൗരോഹിത്യം. അവിടെയുണ്ട് പരിച്ഛേദന, ഇവിടെയുണ്ട് പരിച്ഛേദന. അവിടെയുണ്ട് നിയമം, ഇവിടെയുണ്ട് നിയമം. പക്ഷെ ഇവിടെ വന്നത് മേർജ് ചെയ്യുകയാണ്. ഇവിടെ വന്നത് മേർജ് ചെയ്യുക. അപ്പൊ ഇന്ന് കേൾക്കാനുള്ളത്, പഴയ പെന്തിക്കോസ്തിയോടുകൂടെ ദൈവം ആരംഭിച്ച ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ട്. അത് അന്ന് മിസ്സായി. നൗ ആ ന്യൂ ബിഗിനിങ് അപ്പോസ്തലന്മാർ അത് ടേക്ക് ഓവർ ചെയ്തു. അവരതിനെ കൈകാര്യം ചെയ്തു, അവരതിനെ സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഈ അഗ്നി ഞങ്ങളുടെ മേൽ വീണോട്ടെ. അവരെ കത്തിക്കരിച്ചു, അശുദ്ധികളെ മുഴുവൻ കത്തിക്കരിച്ചു കളഞ്ഞു. ഭയം മുഴുവൻ കത്തിച്ചു യേശു നാമത്തിൽ ഹല്ലേലൂയ. ഭയവും സംശയവും എല്ലാം കത്തിക്കരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കത്തിക്കരിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ ചൈതന്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് വന്നു. അവര് കത്തിജ്വലിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്. അവര് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഉണർന്നപ്പം കേട്ടവര് പറഞ്ഞു, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? അവരുണർന്നു, അവരുടെ കൂടെയുള്ളവർ ഉണർന്നു. ഇന്ന് നമുക്കുണരാം, നമ്മുടെ കൂടെയുള്ളവരെ ദൈവം ഉണർത്തുകയാണ്. അങ്ങനെ നിഴല് തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന അത്ഭുതങ്ങളുടെ അടയാളങ്ങളെ സഭ 5000-ലേക്കും 3000-ലേക്കും വിജാതിയർ, ഇത് സ്വപ്നമാണ്, ഇത് സംഭവിക്കുക, ഇതിനുവേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ കൃപയുടെ സമൂഹം, ഗ്രേസ് കമ്മ്യൂണിറ്റി, ഈ കൂട്ടായ്മയിൽ എക്യുമെനിക്കല, ഇത് ഏതെങ്കിലും ഒരു സഭയുടെ ശുശ്രൂഷ എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട് ഈ കമ്മ്യൂണിറ്റി എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സമൂഹം എന്ന ചിന്തയാണ്. നാനാ സമുദായങ്ങളുള്ളവർ ഈ ലൈവിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പൊ ആ പങ്കെടുക്കുന്ന മക്കളെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണരുക, തിരിച്ചറിയുക. ഇങ്ങോട്ട് നോക്ക്, നവചൈതന്യത്തിലേക്ക് വരിക, പുതിയ ഒരു ഉണർവിലേക്ക് വരിക. നമുക്ക് എന്തോ ചെയ്യാനുണ്ട്, ഇനി ഉറങ്ങാൻ ഞാനില്ല എന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുക, സ്വീകരിക്കുക, സജ്ജരാവുക. ഇന്നത്തെ ഈ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കരുത്. നാളെയും ഈ ആഴ്ച മുഴുവൻ നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത സന്ദേശങ്ങളുമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുകയാണ്. ഈ വ്യാഴാഴ്ച തുടങ്ങി ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ശിഷ്യത്വത്തിന്റെ ക്ലാസ്സിലൂടെയാണ് നമ്മൾ ഈ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിന് വേണ്ടി എത്തിയത്. ഇപ്പോൾ ഇതാ ഈ ആഴ്ച മുഴുവൻ, നാളെ മുതൽ വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ നമ്മളിവിടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും, ഈ അടുത്ത ആഴ്ചയിലെ എല്ലാ ദിവസവും അത് ലൈവായിട്ട് യൂട്യൂബില്, ഫേസ്ബുക്കില്, സൂമില് എല്ലാം ലൈവായിട്ട് ലഭിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി പഴയതുപോലെ വിടരുത്, നമുക്ക് ഉണരണം. നമ്മൾ ഉണരുമ്പം ആൾക്കാർ വന്ന് 37ാമത്തെ വാക്കിൽ ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ വലിയ ഫെലോഷിപ്പ് ആരംഭിച്ചു. അവിടെയാണ് സഭ സ്ഥാപിക്കപ്പെടുന്നത്, അവിടെയാണ് സഭ വളരുന്നത്. അതിന്റെ ചൈതന്യം നമ്മളിലേക്ക് വരികയാണ്. ഈ നവപെന്തിക്കോസ്തിയെ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. നമുക്ക് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറയാം, എനിക്ക് വേണം. അഗ്നി എന്റെ മേലെ ഇറങ്ങിക്കോട്ടെ, വേണ്ടാത്തതിനെ എല്ലാം കത്തിക്കരിച്ചു കളഞ്ഞോട്ടെ, വിട്ടു കാത്തി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, എനിക്ക് വേണം അഗ്നി, എനിക്ക് വേണം അഗ്നി. ആ കാറ്റ് എന്റെ മേൽ വീശിക്കോട്ടെ, എന്നെ വേണ്ടാത്തതിനെല്ലാം കത്തിക്കരിച്ചു കളഞ്ഞോട്ടെ, എന്നെ ഇളക്കി മറിച്ചോട്ടെ. വേണ്ടാത്ത മുഴുവൻ എന്നിൽ നിന്ന് കത്തിക്കരിഞ്ഞു പോട്ടെ. ഇത്തിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, പല പ്രാവശ്യം ഞാൻ പറിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും പറിച്ചു മാറാത്ത എന്റെ ജഡീക പ്രവണതകള്, എന്റെ ജഡീക സ്വഭാവങ്ങള് എന്നിൽ നിന്ന് കത്തിക്കരിച്ചു കളയണമേ. ഒരു നവബെന്തിക്കോസ്തിക്ക് വേണ്ടി, ഒരു പുതിയ ബെന്തക്കോസ്തിക്ക് വേണ്ടി എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ ഒരുക്കണമേ. എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു വലിയ അനുഭവം നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അവർ കൂടിയിരുന്ന മുറിയിൽ അനുഭവപ്പെട്ടതുപോലെ നിങ്ങൾ കൂടിയിരുന്ന മുറിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഏതുമായിക്കോട്ടെ, ഇത് കഴിഞ്ഞ് ഇത് കേൾക്കുന്ന മക്കളും നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ മറ്റെല്ലാ കാര്യപരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊരു നവമായ പരിശുദ്ധാത്മാവിന്റെ കാറ്റിനും നവമായ പരിശുദ്ധാത്മാവിന്റെ തീക്കും നവമായ പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തിനും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെ തുടർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തിയെ സ്വീകരിക്കുന്നു, ശക്തിയെ സ്വീകരിക്കുന്നു, ശക്തിയെ സ്വീകരിക്കുന്നു, ശക്തിയെ സ്വീകരിക്കുന്നു. ഞങ്ങളെ മന്ദീഭവിച്ചിരിക്കുന്ന, ഞങ്ങളെ തകർന്നിരിക്കുന്ന, തളർന്നിരിക്കുന്ന ഞങ്ങളുടെ മാനസിക അവസ്ഥകളെ ഉണർത്തണമേ. ഞങ്ങളുടെ ജഡീക പ്രവണതകളെ കത്തിക്കരിച്ചു കളയണമേ. ഞങ്ങളുടെ പാവപ്രകൃതികളെ കത്തിക്കരിച്ചു കളയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളുടെ മേൽ വീണ്ടും ഊറ്റണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്. ഇന്ന് ഇരിക്കുന്ന മുറിയില്
ആ മുറിക്കകത്തുനിന്ന് അവർ എഴുന്നേറ്റ് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായതുപോലെ ഞങ്ങൾ ഇന്നിരിക്കുന്ന മുറിയിൽ ഇരുന്നോണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ അഭിഷേകം ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക്, ഞങ്ങൾ പോകുന്ന ഇടത്തേക്ക് ഒരിക്കൽ കത്തി വീണ്ടും കരിന്തിരി കത്തുന്ന അനുഭവം അല്ല നാഥ. ഓ, ഇനി കത്തി 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 അനേകരെ കത്തിക്കുന്ന ദീപമായിട്ട് 12 പേരിൽ നിന്ന് 70 പേരിലേക്ക്, 70 പേരിൽ നിന്ന് 120 പേരിൽ നിന്ന് 3000-ലേക്ക്, 3000-ൽ നിന്ന് എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരത്തിലേക്ക്, അങ്ങനെ കർത്താവേ ഗ്രേസ് കമ്മ്യൂണിറ്റി ശുശ്രൂഷകൾക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നവമായ അഗ്നി ഞങ്ങളിൽ ആളി കത്തിക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നവമായ ചൈതന്യത്തെ ഞങ്ങളുടെ മേൽ ഊറ്റണമേ. അനുഭവിക്കുക. ശാന്തമായി നിങ്ങളുടെ മുറിയിലേക്ക് ഒരു തിര തള്ളി കയറുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒരു താല്പര്യം, ദൈവത്തിന് വേണ്ടി ഓടുവാനുള്ള ഒരു താല്പര്യം, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം, അശുദ്ധിയുടെ കറകളെല്ലാം നമ്മളിൽ നിന്ന് ഉരുകി മാറുന്ന, കത്തിക്കരിഞ്ഞു മാറുന്ന, ഹല്ലേലൂയ, ഭയവും സംശയവും ചിന്താകുലവും നാളെയെക്കുറിച്ചുള്ള പേടിയും എല്ലാം നമ്മിൽ നിന്ന് കത്തിക്കരിഞ്ഞു മാറുന്ന ഒരു ആത്മീക ചൈതന്യം കർത്താവേ ഈ സമയത്ത് പകരണമേ. രോഗികൾ കൂട്ടമായിട്ട് ഈ സമയത്ത് സുഖം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് സ്തുതിക്കുന്ന ഈ സമയത്ത് കർത്താവേ, യൂട്യൂബിലൂടെയും ലൈവായിട്ടും ശുശ്രൂഷയിൽ പ്രാർത്ഥനാ നിയോഗങ്ങളെ അറിയിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 500-ലധികം ആൾക്കാര് ഈ സമയത്ത് യൂട്യൂബില് ലൈവായിട്ട് പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളെയും, സെഫി ആന്റണി, എന്റെ ബുദ്ധിയിലുള്ള അന്ധകാരം നീക്കി പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സെഫി ആന്റണിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മേരി ജോർജിനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഒരുമിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ. ഷേർലി ജോസഫിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിൽ us with the Holy Spirit. സുധാ കുറുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി ജേക്കബിന് വേണ്ടി, റോബർട്ട് ജെറോമിന് വേണ്ടി, തോമസ് അഗസ്റ്റിന് വേണ്ടി, ലൗലി എബ്രഹാമിന് വേണ്ടി, ഈ ആയിരങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇറങ്ങി വരുന്ന നവചൈതന്യത്തിന്റെ ശക്തി ഞങ്ങളുടെ എല്ലാ മനസ്സുകളെ ഉറപ്പിക്കണമേ നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാ ജോബി എന്ന പേരുള്ള ഒരാൾ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിനോജ പ്രസാദ് ഫേസ്ബുക്കിൽ എഴുതി പ്രാർത്ഥിക്കുന്ന എന്റെ അശുദ്ധി എല്ലാം ചാരമാകട്ടെ. റിൻസി ഫിലിപ്പ്, ലീന എം, ഷീല, വേണു, ദീപ, സിനോ, എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് സുജിത വർഗീസ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുകയാണ്. യേശു നാമത്തിന്റെ ശക്തി എല്ലാ ശരീരങ്ങളിലും വ്യാപിക്കട്ടെ. കർത്താവായ ക്രിസ്തു ജീവന്റെ ഉറവിടമായിട്ട് ഈ സമയത്ത് രോഗികളായിരിക്കുന്ന മക്കള് നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ അമർത്തി വെക്കുക. എന്റെ കൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തുവേ, അത്ഭുതത്തെ ഈ സമയത്ത് അയക്കണമേ. പരിശുദ്ധമായ വചനത്തിന്റെ ശക്തിയാൽ നിന്റെ മക്കളെ സുഖമാക്കണമേ. ഒരു നവപെന്തക്കോസ്തയുടെ അനുഭവം അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ അത് വ്യാപിക്കട്ടെ. യേശു നാമത്തിൽ ഷീജ ഷാജിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ. മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ലെവലുകൾ നോർമൽ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തിയാൽ ഭയങ്കരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന സകല വിശുദ്ധരോട് ഒരുമിച്ചുള്ള പ്രാർത്ഥന. പെന്തിക്കോസ്തിയുടെ നാളിൽ ശിഷ്യന്മാരോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി അവരോട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇറങ്ങുന്നതിന് സാക്ഷ്യം വഹിച്ച പരിശുദ്ധി അമ്മ ഞങ്ങളുടെ ഇടയിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നതിന്റെ സാക്ഷിയായിരിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോട് ഒരുമിച്ചും പ്രാർത്ഥിക്കണമേ. ഭാഗ്യപ്പെട്ട ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരുമേ, രക്തസാക്ഷികളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വീര്യത്തോടും ധൈര്യത്തോടും ഞങ്ങളെയും ചേർത്ത് നിർത്തണമേ. അങ്ങനെ ഒരു പുതിയ പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന വലിയൊരു ഉറപ്പിലേക്ക് ഞങ്ങളെ ഉണർത്തണമേ. ഈ ശുശ്രൂഷയോട് ചേർന്ന് യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആ സന്ദേശം, ഇതൊരു വലിയ ദർശനമാണല്ലോ. ഇത് ലോകം മുഴുവൻ എത്തിക്കുന്ന വലിയ ദൗത്യത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഞാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇന്നേക്ക് 8.5 വർഷങ്ങൾക്ക് മുമ്പ് പേഴ്സണലി ഞങ്ങൾക്കുണ്ടായ ഒരു ദൈവിക ഇടപെടലാണ് ഇതിലേക്ക് ഞങ്ങളെ വലിച്ചിഴച്ച ആ ദൈവാനുഭൂതി. അത് മറ്റൊന്നുമല്ലായിരുന്നു, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ കുരിശിൽ സകലവും നിവൃത്തിയായി എന്നുള്ള ദൈവിക അരുളപ്പാടായിരുന്നു. നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 6:30 മുതൽ നമ്മള് ആ ദൈവിക ഇടപെടല്, നമുക്കുണ്ടായ ദൈവിക ഫിനിഷ്ഡ് വർക്കിന്റെ ഇടപെടല്, ഈ ഒരു ഹോൾ വീക്ക് ഫിനിഷ്ഡ് വർക്കിന്റെ ക്ലാസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്താണ് യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി? ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ എന്നാണ്? നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പല വചനങ്ങളിലൂടെ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഞാന് പേഴ്സണലി എനിക്കുണ്ടായ ആ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആ ദൈവിക ഇടപെടൽ വിശദീകരിക്കുന്നതായിരിക്കും. ഡോക്ടർക്ക് ഉണ്ടായ ഇടപെടൽ സംസാരിക്കുന്നതായിരിക്കും. മറ്റു നമ്മുടെ സഹശുശ്രൂഷകർക്ക് ദൈവം കൊടുത്ത ആ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ വലിയ ഉൾക്കാഴ്ചകൾ സംസാരിക്കുന്നതായിരിക്കും. എന്റെ ആഗ്രഹം, ഞാൻ ഹൃദയം തുറന്നു പറയാം, എന്റെ ആഗ്രഹം ഈ ഫിനിഷ്ഡ് വർക്കിന്റെ മെസ്സേജുമായിട്ട്, യേശു കുരിശിൽ സകലവും പൂർത്തീകരിച്ചു വന്ന സന്ദേശമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് ഉണർന്നാല്, വെറും 12 പേര് പെന്തിക്കോസ്തിയുടെ ശക്തിയാൽ ഒന്ന് ഉണർന്നപ്പോഴാണ് ഇത്രയും ലോകത്തിലേക്ക് ക്രൈസ്തവ മാർഗം എത്തിയതെങ്കിൽ അവരിൽ ഒരാൾ പോലും ഗ്രാജുവേറ്റ് ഇല്ലായിരുന്നു, അവരിൽ ഒരാൾ പോലും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇല്ലായിരുന്നു, അവരിൽ ഒരാൾ പോലും ഡിഗ്രി ഹോൾഡേഴ്സ് ഇല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെയുള്ള സാധാരണക്കാരെ കൊണ്ട്, വിവിധ ഭാഷകൾ അറിയാത്തവരെ കൊണ്ട് ഇത് സാധ്യമാക്കിയെങ്കിൽ ഇന്ന് നമുക്ക് ഇന്റർനെറ്റിന്റെ സാധ്യതകളുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് വിവരമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, ടെക്നോളജിയുടെ എല്ലാം ഉണ്ട്. നമ്മളൊന്ന് ഉണർന്നാല് ഇതൊരു പുതിയ പെന്തക്കോസ്തിയുടെ അനുഭവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണേ കേട്ടോ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാം കണക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹൃദ്യസ്ഥമായിട്ട് നമുക്ക് ഇടപെടണം, ഈ ദർശനം എന്നാന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം. അപ്പൊ നാളെ വൈകുന്നേരം യൂട്യൂബിലൂടെ കാണുന്നവരെ, പ്രത്യേകിച്ച് നിങ്ങൾ നാളത്തെ എല്ലാ പരിപാടികളും വൈകുന്നേരം ഒരു 6:30 ഒതുക്കുക. 6:45 ദയവ് ചെയ്ത് നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലില് പ്രസന്റ് ആവുക. സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക. സൂമിന്റെ ഡീറ്റെയിൽ, നാളത്തെ സൂമിന്റെ ഡീറ്റെയിൽ ഒന്ന് സെയിം ഡീറ്റെയിൽ ഒന്ന് ഓ 5802934 മീറ്റിംഗ് ID. പാസ്വേഡ് അല്ലെങ്കിൽ പാസ്കോഡ് റെഡീമർ എന്നാണ്, REDEEMER. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഓർക്കുക. യൂട്യൂബില് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബല്, ഫേസ്ബുക്കില് സജിത് ജോസഫ് ഒഫീഷ്യൽ പേജില്. ആ ഡേറ്റ് നോക്കണ്ട, അത് ഇന്നത്തെ ശുശ്രൂഷയുടെ കാര്യമാണ്. എന്നാൽ നാളെയും ഈ ആഴ്ച മുഴുവൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. ഇപ്പൊ തന്നെ എന്റെ പോസ്റ്റർ റെഡി ആകും. ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിലാണ് നമ്മൾ ഒരുമിക്കേണ്ടത്. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ദർശനം. അതിൻ്റെ അകത്ത് നിന്ന് ഒരല്പം പോലും ഫോക്കസ് മാറാനായിട്ട് നമുക്ക് ആർക്കും ഇടവരരുത്. അത് നമ്മുടെ വീടുകളെ സ്വതന്ത്രമാക്കും. ഞാൻ ലക്ഷക്കണക്കിന് ഭവനങ്ങളെ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി സ്വതന്ത്രമാക്കിയതിന്റെ സാക്ഷിയാണ് ഞങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പാണ് നിങ്ങളെയും ആ ശുശ്രൂഷകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കണക്റ്റഡ് ആവണം. ഈ വിഷയത്തിൽ യേശു സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തിന്റെ അത് എനിക്കൊരു പുതിയ അനുഭവം. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളർന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കുരിശൊക്കെ ഞാൻ എന്നും കാണാറുണ്ട്. പക്ഷെ ഇന്നേ പോയിന്റ് എനിക്ക് മനസ്സിലാകുകയാണ്, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഈ സൂം മീറ്റിംഗിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക 8589039039. ആ നമ്പറിൽ ഇൻഫർമേഷൻസിന് വേണ്ടി ബന്ധപ്പെടുക. നമ്പർ വന്നില്ല 8589039039. ഏത് ഇൻഫർമേഷന് വേണ്ടിയും ആ നമ്പറിൽ ബന്ധപ്പെടുക. പ്രയർ റിക്വസ്റ്റിന് ഉപയോഗിക്കേണ്ട നമ്പർ 9847389389. എഴുതിയോ? 9847389389. അതിന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെ കൂടുതൽ മനസ്സിലാക്കുന്ന ഏതെങ്കിലും സന്ദേശങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ ടീമിൽ നിന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ ഒത്തൊരുമിച്ച് നമുക്ക്
ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ സന്ദേശം എത്തിക്കുന്ന ആ ഒരു ഒരുക്കത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. May the good God bless you all. Have a blessed week.